ഇവരെല്ലാം കാടിന്റെ മക്കൾ. ഈ കൂട്ടത്തിന്റെ തലവൻ മാത്തയ്യ. കാടിനെയും പാരമ്പര്യത്തെയും കാത്തു സൂക്ഷിക്കുന്ന അവസാന മനുഷ്യൻ താനാണെന്ന ബോധം അയാൾക്കുള്ളിൽ എപ്പോഴുമുണ്ട്. ഇയാളുടെ വാക്കുകൾക്ക് മറുവാക്കുകളില്ല. ഈ ആദികാടാണ് ഇയാൾക്കെല്ലാം. ഇവൾ അല്ലി. ഈ കാടിനു ശേഷം ഇയാൾ സ്നേഹിക്കുന്നത് തന്റെ മകളെ മാത്രം. അമ്മയില്ലാതെ വളർന്നവളാണ് അല്ലി. നീ ചൂട്ട അടി മേടിക്കും. തന്റെ കാലത്തിന് ശേഷം ഈ കാടിനെയും പാരമ്പര്യത്തെയും കാത്തു സൂക്ഷിക്കേണ്ട റാണി ഇവളാണെന്നാണ് ഇയാളുടെ വിശ്വാസം. ഇവൻ ബൊമ്മൻ, ഇത് മാണിക്യം. അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം ഇവന് നൽകിയ ഏക സ്വത്ത് ഇതുമാത്രമാണ്. ഇവൻ ഇതിനെ ഒരു മൃഗമായി കണ്ടിട്ടില്ല, ഒരു കൂടപ്പിറപ്പിനെ പോലെയാണ്. ഇത്രയും പ്രകൃതി രമണീയമായ ഈ ആദികാട്ടിലേക്ക് ബൊമ്മൻ എങ്ങനെയാണ് എത്തിയത്? എന്താണ് സംഭവിച്ചത്? പോലീസ് വരുന്നു. അതെ, അധികാരികളെല്ലാം വന്നിട്ടുണ്ട്. നിങ്ങളാണോടോ ഇവിടുത്തെ വലിയ മൂപ്പൻ?
ഗവൺമെന്റിനെ അറിയിക്കാതെ തന്റെ ഇഷ്ടത്തിനാണ് ഇവിടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അല്ലേ തന്നെ ചതഞ്ഞരഞ്ഞു കിടക്കുക. ഈ വിവരം നിങ്ങളോട് പറഞ്ഞോണ്ടല്ലോ വീണ്ടും കീറി മുറിക്കുകയല്ലേ. അടക്കമെങ്കിലും നല്ല രീതിയിൽ നടക്കട്ടെന്ന് കണ്ട. കഴിഞ്ഞ കുംഭമാസത്തിലാണ് ഇവിടെ 5-6 പേര് മരിച്ചത്. ഈ വർഷം വീണ്ടും കൊമ്പം വന്നു. കോയത്തിന് മുമ്പ് എത്ര പേര് മരിക്കുന്ന അറിയില്ല. എടോ റേഞ്ചറെ, സർക്കാരിന്റെ നിബന്ധന പറഞ്ഞല്ലേ? പറഞ്ഞതാ സാറേ. എന്താ കാരണവരെ? സർക്കാർ സെങ്കിമലയെ നിങ്ങൾക്ക് താമസിക്കാൻ സ്ഥലം തരാന്ന് പറഞ്ഞതല്ലേ? സമയം കളയാതെ ഇവിടുന്ന് ഇറങ്ങിക്കൂടെ നിങ്ങക്ക്? ഈ ഗ്രാമത്തിൽ നിന്ന് നീ ഒഴിഞ്ഞു പോകാൻ പറയുന്നത്? ഏതവനാടാ നീ? സർക്കാരിനോട് സമാധാനപ്പെട്. 5-8 കൊല്ലം മുമ്പ് കൊമ്പനാന ഇങ്ങോട്ടൊന്നും ഇറങ്ങിയല്ലായിരുന്നു. ഇപ്പൊ ഇവിടേക്ക് വന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ആനത്താര മുഴുവന് ഹോട്ടലും കെട്ടിടങ്ങളും ഉണ്ടാക്കി വെച്ചു. അതുകൊണ്ട് അത് ഇവിടേക്ക് വരുന്നത്. ആദ്യം നിങ്ങൾ അത് പൊളിച്ചു മാറ്റും, എല്ലാം ശരിയായിക്കോളും. അതല്ല ഞങ്ങളെ ഇവിടെ ഇറക്കാൻ നോക്കണ്ട. ഇതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാകാന്ന് വിചാരിച്ചേ? ഞങ്ങളുടെ അപ്പനപ്പൂപ്പന്മാരും മണ്ണിനോടും മഴയോടും വെയിലിനോടും മല്ലടിച്ച് വെട്ടി വെട്ടി ഉണ്ടാക്കിയതാ ഇത്. നിങ്ങളുടെ പറച്ചിൽ കേട്ട ഇവിടുത്തെ വലിയ വ്യവസായ പോലെയാണല്ലോ. ഞാൻ ഈ നാട്ടിലെ വ്യവസായം തന്നെയാടാ. ഇങ്ങനെ ഈ കാടെല്ലാം വെട്ടി നശിപ്പിച്ചാണ്ടല്ലോ ഒരുള്ള ചോറിന് കൊതിക്കുന്നീ. അന്നേരമേ കെട്ടിടമെല്ലാം ഇടിച്ച് കല്ല് തിന്നേണ്ടി വരുമാ. എന്താ ഞങ്ങൾ എന്താ കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടിട്ട് വന്നതാണോ? ഇയാൾ എന്താ ഈ പറയുന്നത്? എന്ന് വെച്ചാൽ ഗവൺമെന്റിനെ അനുസരിക്കാൻ പറ്റില്ല. നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുകയാണെങ്കിൽ സർക്കാരിന്റെ വക ധനസഹായം നിങ്ങൾക്ക് എങ്ങനെയാ കിട്ടുക? സർക്കാരിന്റെ ധനസഹായം കിട്ടിയാൽ മരിച്ചവര് തിരിച്ചു വരുമോ? ഞാൻ സംസാരിച്ചോണ്ടിരിക്കുവല്ലേ. അതെ സാർമാരെ, നിങ്ങളുടെ ഒരു ധനസഹായവും വേണ്ട, ഒരു ഉപദേശവും വേണ്ട. ഞങ്ങളുടെ ഗ്രാമം എങ്ങനെ സംരക്ഷിക്കണമെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ജോലി കാണുമല്ലോ, പോയാട്ടെ. ഇയാളിങ്ങനെ എടോ റേഞ്ചറെ, ഈ നാടിനെ കുറിച്ച് ശരിക്കും പഠിച്ചിട്ടേ വർത്തമാനം പറയാവുള്ളൂ. നാടോ കൊമ്പന്റെ അടുത്തുനിന്ന് മോള് രക്ഷപ്പെട്ടെന്നുള്ള സന്തോഷത്തിൽ പറയാ. കാരണവരെ, കൊയ്ത്തിന് മുമ്പ് ആ കൊമ്പന്റെ കൊമ്പയിലുണ്ടല്ലോ ഇവിടെയുള്ള ഓരോന്നിനും കോർത്തെടുക്കും. അപ്പൊ ആരും ഒഴിപ്പിക്കേണ്ട ആവശ്യം വരില്ല. കാത്തിരുന്നു. എന്തു പറയുന്നു? കുടി ഇറങ്ങാമല്ലേ? എന്താ പേടി തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അന്നത്തെ കാലത്ത് നമ്മുടെ മുതുമുത്തച്ഛന്മാര് കത്തിയും കമ്പും ഉപയോഗിച്ച് ആനയെ ഓടിച്ചോണ്ടിരുന്നു. ഈ വർഷം നമുക്കൊരു താപ്പാനെ കൊണ്ടുവരണം. അതിനുള്ള പണിയാ നോക്കേണ്ടത്. പോയി നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്ക്. അങ്ങനെ ചെയ്തോളാം. ഈ കൊമ്പനെ മെരുക്കാൻ നമുക്കൊരു കൊമ്പനെ കിട്ടാതിരിക്കില്ലല്ലോ. ചേട്ടോ, കുറച്ച് മാറ്റി ഓടിച്ചൂടെ? ഭയന്ന് പോവല്ലോ. ഒന്നുമില്ലടാ, പേടിക്കണ്ട കേട്ടോ. എന്താ ചേട്ടാ തേങ്ങ ഉടച്ചപ്പോ ആന പേടിക്കുന്നേ? ഇതൊക്കെ ചുമ്മാ ജാടയാടാ. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? ചക്കരക്കുട്ടി ഓമനക്കുട്ടി എന്നൊക്കെ വിളിച്ച ഇത് ആനെ പോലെ വളരുമോ? ഇതിന് ഞാൻ ട്രെയിനിങ് കൊടുത്തെങ്കിലുണ്ടല്ലോ ആഫ്രിക്കൻ ആന പോലും തോറ്റു പോകൂടാ, അറിയോ? അത് പിന്നീട് സംസാരിക്കാം, എനിക്ക് വിശന്നിട്ട് വയ്യ. നിന്റെ കയ്യില് തേങ്ങ പിന്നെ എന്നാത്തിനാ? അപ്പൊ ഉച്ചക്ക് എവിടെയെങ്കിലും തേങ്ങ ഉടയ്ക്കുമല്ലോ. രാത്രിയിൽ എവിടെയാ താമസിക്കുന്നേ? പോകുന്ന വഴിക്കുള്ള 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കാം. ഓഹോ. അമ്മാവോ, മരുമോനെ എവിടെ താമസിക്കുന്ന? ഈ ആന എവിടാണോ നീ പാർക്ക് ചെയ്യുന്ന അതിന്റെ അടിയിൽ താമസിക്കാലോ അല്ലേ? എല്ലാ നാടും ഞങ്ങൾക്കിന്ന് സ്വന്തം നാടല്ലോ. ആനയ്ക്കൊപ്പം എന്നും ഞങ്ങൾ 3 പേരുണ്ട്. നാട്ടിലുള്ള മേളക്കാരും കൂട്ടുകാരാണേ. തുമ്പിക്കൈയും വീശിപ്പായും മാണിക്കനിന്ന്. ഇവ തിടമ്പെടുത്തിടും ഗജകേസരി യോഗം. ഒരു കരമാറിയിടും മറുകരയോ. ശരി കുട്ടിയമ്മേ, ഞാൻ ഗീതയോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. 10 ദിവസം കഴിഞ്ഞ് വരാം. എന്നാ വലിയേട്ടാ, ഞാൻ പിന്നീട് വിളിച്ചോളാം. അടുത്ത വെള്ളിയാഴ്ച 10:30 താപ്പാനെ കൊണ്ടങ്ങ് വന്നേക്കണം. വരാൻ മറക്കണ്ട കേട്ടോ. 100, 200, 300. ബൊമ്മ ഇങ്ങോട്ട് വാടാ. വരുവാ. സമയായി, വേഗം പോ. വാ വാ, കിളിജോത്സ്യം കിളിജോത്സ്യം. നിങ്ങളുടെ 52ാമത് വയസ്സ് വരെ അപമാനിതനായി നാണം കെട്ട് നാറി തലയിൽ തുണിയിട്ട് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നാരണക്കല്ല് പിടിച്ച് ഒരു ഭിക്ഷക്കാരൻ പോലും അനുഭവിക്കാത്തത് അനുഭവിക്കാൻ പോവാ. 52 വയസ്സ് കഴിഞ്ഞാലോ? അതങ്ങനെ ശീലാകുന്നേ. കൂലി. ഒരു നല്ല കാലം വരുമെന്നോർത്താടാ നിന്റെ അടുത്ത് ഞാൻ വന്നത്. നീ എന്താടാ പറഞ്ഞേ? എനിക്ക് 52 വയസ്സിന് ശേഷം കഷ്ടകാലമാണെന്നോ? നിന്റെ വെറുതെ വിടില്ലടാ. ഒരുത്തനും എന്നോട് ഒരു സ്നേഹം. അനിയനെ പോലെ ഒരാൾ നിൽക്കുമ്പോ ഇങ്ങനെ പറയാമോ?
നിന്റെ സ്നേഹം മാത്രം മതി ഉണ്ണി. ചേട്ടന്റെ ജീവിതത്തെ പറ്റി അയാളോട് എന്തിനാ ചോദിച്ചേ? തെറ്റാടാ ചെയ്ത. രക്ഷപ്പെടില്ലെന്നറിയാലോ. ഇവന് എടാ എന്താണ് ഇത്? അച്ചാർ അടിച്ചു മാറ്റുന്നോ? എവിടെയാണ് ശീലം? ആരാ നിന്നെ പഠിപ്പിച്ചത്? എന്നെ കാണിച്ചു കൊടുത്തു. എന്തിനാ മരുമോനെ എന്നെ ഇങ്ങനെ നോക്കുന്നേ? എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. വഴിനീള കട്ടെടുത്താ വന്നല്ലേ? പിന്നെ അല്ലാതെ നീ തരുന്ന 50 രൂപ ഒരു സ്മോളിന് പോലും തികയല്ല. അതാണെങ്കിൽ ആഴ്ച 5 രൂപ വെച്ച് കൂടുവാ. ടച്ചിങ്ങിന് ഞാൻ എന്താ ചെയ്യുന്നത്? അതുകൊണ്ട് കട്ടെടുക്കല്ലേ? എന്റെ മാനം കളയാൻ ഇറങ്ങിയിരിക്കുന്നു. ഇങ്ങനെ ജീവിക്കുന്നതിന് നല്ല എവിടെയെങ്കിലും പോയി ചാവുക. പെണ്ണുങ്ങളെല്ലാം നോക്കുന്നു. നിന്റെ അമ്മാവനാണെന്ന് മറക്കണ്ട കേട്ടോ. ഒരമ്മാവൻ എന്റെ അച്ഛനെ കുടിപ്പിച്ച് കൊന്നത് നിങ്ങൾ ഒരുത്തനാ. നോക്ക്, എന്റെ അമ്മ മരിക്കുമ്പോ നിങ്ങളെ എന്റെ കൈ പിടിച്ച് തന്നിട്ട് എന്റെ സഹോദരനെ നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞ ഒറ്റ വാക്കിന്റെ പുറത്താണ് നിങ്ങൾ ഇങ്ങനെ കൂടെ കൊണ്ട് നടന്ന് തീറ്റിപ്പോറ്റി വളർത്തുന്നത്. ഞാനും അങ്ങനെ തന്നെയാ. എന്റെ പെങ്ങളുടെ ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് നിന്റെ പുറകെ ചുറ്റിക്കറങ്ങുന്നേ. ചുറ്റിക്കറങ്ങുന്നോ? പിന്നെ അല്ലാതെ. അപ്പൊ നിങ്ങൾ ജോലി ചെയ്യുന്നില്ല അല്ലേ? പറഞ്ഞാ ചെയ്യും. എന്നാ ഒരു കാര്യം ചെയ്യ്, ഇന്ന് മുതല് ദാ ഇതിന് പനമ്പട്ട വാങ്ങിക്കൊടുത്ത് പിന്നെ ഗുളികയും മരുന്നും വാങ്ങി, കൂടാതെ നാട് മുഴുവൻ കടവും വാങ്ങിയിട്ടില്ലേ, അതിന് പലിശയും കൂടെ കെട്ടി നോക്ക്. അപ്പൊ കഷ്ടപ്പാടെന്താന്ന് മനസ്സിലാകും. നിനക്ക് എന്ത് കുറവുണ്ടായിട്ടാടാ? നിന്നെ ഒരു കൂടെപ്പറപ്പിനെ പോലല്ലേ ഞാൻ കൊണ്ടു നടക്കുന്നത്? നീയും അങ്ങേരുടെ കൂടെ ചേർന്ന് എന്നെ നാണം കെടുത്താൻ നോക്ക. അങ്ങേരുടെ കൂടെ ഒരു 10 ദിവസം ജീവിച്ചു നോക്ക്, അന്നേരം നീ എന്റെ വില അറിയും. അവനൊരു അച്ചാർ പാക്കറ്റല്ലേ എടുത്തോളൂ. മാണിക്കം, നീ പേടിക്കണ്ട. നിനക്ക് 2 കൊമ്പുണ്ട്. അത് ഒരു കൊമ്പ് വിറ്റെങ്കിലും നിന്റെ കാര്യം ഞാൻ നോക്കട്ടെ. നീ ഇല്ലെങ്കിൽ എന്റെ ജീവിതം കുറഞ്ഞു പോകും കേട്ടോ. പൊയ്ക്കോ എന്റെ മുമ്പിൽ നിന്ന്. എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞല്ലേ? എടാ മാണിക്കം, അവൻ നിന്നെ വേണ്ടെന്ന് പറഞ്ഞു പോയതല്ലേ? ഈ ആനയ്ക്ക് എന്താടാ മതോടെ നിൽക്കണോ? ഇതിനെ പിടിച്ച് ചങ്ങലക്കിടറോ? എടോ തന്നോടാ പറഞ്ഞ ഇതിനെ പിടിച്ച് ചങ്ങലക്കിടാൻ. ഞാനെന്തിനാ ചങ്ങലക്കിടുന്നേ? ദേ ഓണർ ഇരിക്കുന്ന അകത്ത്. അവനോട് ചങ്ങല എടുത്ത് തരാൻ പറ, ഞാൻ ചങ്ങലയിടാം. എടോ നിന്റെ അടുത്ത് താഴെ ഇറങ്ങാനല്ലേ പറഞ്ഞേ? ഇറങ്ങി വേടാ. സാറേ, എനിക്ക് ആനയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതൊക്കെ എന്താണെന്ന് ഇവരോട് തന്നെ ചോദിക്കേ. എല്ലാത്തിനും കാരണം ഇയാളാ. എന്തോന്നാ സാറേ, നിങ്ങൾ ഒരു അമ്മാവനല്ലേ? അങ്ങനെയല്ല പറഞ്ഞേ. സാറിന്റെ അനിയത്തിയുടെ മക്കൾക്ക് സാർ ഒരു അമ്മാവനല്ലേ? ആ കുട്ടികൾ സാറിനോട് എപ്പോഴും വരൂ അമ്മാവ, പോ അമ്മാവ, എന്തെങ്കിലും കഴിച്ചോന്നൊക്കെ ചോദിക്കില്ലേ സാറേ? ഒരു ദിവസം പോലും ഇവൻ എന്നോട് ചോദിച്ചിട്ടില്ല സാറേ. പോടാ അമ്മാവെന്ന് പറയൂ. ഈ തോർത്ത് കൊടുത്താലുണ്ടല്ലോ, ഇവിടെ തുടച്ച് അവിടെ തുടച്ച് അവിടെ തുടച്ച്. എന്താ പറയുന്നേ? ചുമ്മാതെ പറഞ്ഞതല്ല, ഇവിടുന്ന് കരച്ചിൽ വരുന്നത്. ഇവിടെ എന്തൊക്കെ നാശം ഉണ്ടാക്കിയെന്ന് അറിയോ? ഇവനാ ഇതൊക്കെ ചെയ്തെന്ന് നിങ്ങൾ എന്താ പറയാത്തെ? ഇയാൾക്ക് തലയ്ക്ക് ഭ്രാന്താണോ? അതെ, ഇവനാണ് ഭ്രാന്ത്. അറിയാവോ? ഒരു സ്മോൾ അടിക്കാൻ 1 രൂപയുടെ അച്ചാർ പോലും വാങ്ങി തരില്ല. അറിയാവോ? ടച്ചിങ്ങിന് നക്കി ആനയുടെ കൊമ്പ് വരെ തേഞ്ഞത്. എടാ നിങ്ങൾ തമ്മിൽ എന്താണ് പ്രശ്നം? വെള്ളമുടിയും വെച്ച് അജിത്തിനെ പോലെ നിൽക്കുന്നില്ലേ? ഇയാളോട് ചോദിക്കും. പറഞ്ഞില്ലെങ്കിൽ പെര നിറഞ്ഞ് ദേ ഒരുത്തൻ നിൽക്കുന്നു, അവനോട് ചോദിക്കും. എന്നെ വിട്ടേക്കാം. നിക്കടാ അവിടെ. ആനയുടെ അടുത്ത് ഞാൻ സംസാരിക്കാം. ഒരാനയോട് സംസാരിക്കാൻ തന്നെ സാർ ഇപ്പൊ പേടിക്കുന്നില്ലേ സാറേ? അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം ഈ ദരിദ്രവാസിയുടെ കൂടെ ഞാൻ ജീവിച്ചത് എങ്ങനെയാണെന്ന് സാറ് ചോദിച്ചു നോക്ക്. ഒരു കീഴ് വെച്ചെന്നാണല്ലോ അവനോന്റെ ഒരു ആനയും പിടിച്ചു കേട്ടോ. എന്നാ ഞാൻ പോയിക്കോട്ടെ. ശരി.
ഈ പഴത്തിനാണോ താൻ 3000 രൂപ ചോദിക്കുന്നത്? ഇതൊക്കെ എവിടുത്തെ ന്യായമാണോ? ഈ അഴുകിപ്പോയ സാധനത്തിന് ഇതിന് 2000 രൂപ കൊടുക്കുന്നതേ കൂടുതലാണ്. അതൊക്കെ മതി മതി, പോട്ടെ പോട്ടെ, വണ്ടി വിട്ടോ. ഇനി ഇയാള് പറയുന്നൊന്നും കേൾക്കില്ല, കട്ടെടുക്കില്ല എന്ന് സത്യം ചെയ്യണം. സത്യം ചെയ്യേ. ഈ ആനയുടെ പാപ്പനാരെ? എടാ ബൊമ്മ, സാർ വിളിക്കുന്ന. ലൈസൻസ് കാണണം. ആനയുടെ ലൈസൻസാ ചോദിക്കുന്നത്. ലൈസൻസോ? അതെ, ഞാൻ തന്ന ലൈസൻസും കൊണ്ട് എടാ മോനെ, എന്നാ കഴിഞ്ഞ ഉത്സവത്തിന് ഉത്സവത്തിന്റെ അന്ന് ലൈസൻസ് കാണാതെ പോയി ബൊമ്മ മോനെ. കാണാതെ പോയെന്നോ? അന്ന് നടന്ന സംഭവം ഇപ്പോഴാണോ എന്നോട് പറയുന്നത്? അന്ന് പറഞ്ഞ നീ എന്നെ അടിക്കുമെന്ന് ഓർത്തു. അടിക്കല്ല, കൊല്ല വേണ്ടേ ചേട്ടാ. അയാള് പറഞ്ഞത് കേട്ടില്ലേ, ലൈസൻസ് കൊണ്ട് കളഞ്ഞെന്ന്. ലൈസൻസ് കൊണ്ട് കളഞ്ഞിട്ട് ഒരു കൂസലും ഇല്ലല്ലേ? അതില്ലാതെ ഈ ആനയും കൊണ്ട് നടക്കാൻ പറ്റുമോ? എടോ താനിക്ക് വന്നേ, ലൈസൻസ് എവിടെ? സാർ, ലൈസൻസ് നാട്ടി വെച്ചിട്ടാ വന്നേക്കുന്നത് സാറേ. ഓഹോ, നാട്ടിലാണ്? അതെ സാർ. എടുത്തോണ്ട് പോവാ. ഫോർമാലിറ്റീസ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് ആനയെ കൊണ്ടുപോയാ. ലൈസൻസ് മിസ്സായതാ. ഓ, മിസ്സായോ? അതെ. എങ്കിലും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ലോക്കൽ DFOയുടെ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ് മേടിച്ചോട്ട് പോവാ. എന്നിട്ട് ആലോചിക്കാം. മുരളിയേ സാർ, ആനനെ വണ്ടിയിലോട്ട് മാണിക്കിനെ കൊണ്ടുപോകും. ഷൊർണൂർ DFOയുടെ നമ്പർ ഒന്ന് വേണം. ബിജുവേ, ഞാൻ DFOയുടെ വീട്ടിലെത്തി. പിന്നെ വിളിക്കാവേ. നമസ്കാരം സാർ. സാറേ, ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ് വരാൻ കുറച്ച് ലേറ്റ് ആവും. റേഞ്ചർ നിങ്ങളോടെല്ലാം പറഞ്ഞതല്ലേ, പേപ്പറുകളെല്ലാം കൊണ്ടുവന്നിട്ട് ആന നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. സാറൊന്ന് മനസ്സ് വെച്ചാൽ അവർ ആന വിടും സാർ. ദയവ് ചെയ്ത് ഞങ്ങളോടൊന്ന് മനസ്സ് വെക്കണം സാർ. എടോ സാർ, നമസ്കാരം. ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ, പോയി താൻ പേപ്പർ കൊണ്ടുപോടും. അല്ല സാർ, ഈ രാത്രിയിൽ ഇവിടെ തങ്ങിയ സമയം കൊണ്ട് തനിക്ക് നാട്ടിൽ പോയി ആ പേപ്പർ എടുത്തോണ്ട് വന്നുകൂടെ? സാർ, അത് വെറും ആനയല്ല സാർ. കൂടപ്പറപ്പിനെ പോലെ ഞാൻ അതിനെ കാണുന്നത്. ഞാനില്ലെങ്കിൽ അവനൊന്നും തിന്നില്ല സാർ. സാർ, ക്യാമ്പിലേക്കും മൃഗശാലയിലേക്കും ഒന്നും കൊണ്ടുപോകരുത് സാർ. തെറ്റെല്ലാം ചെയ്തത് ഞാനാണ്, ദേഷ്യപ്പെട്ടത് ഞാനാ. അവൻ ഒരു കുട്ടിയെ പോലെ എന്റെ പിറകെ ഓടി വന്നതാ. അതെങ്ങനെ പ്രശ്നമായത്? ദയവ് ചെയ്ത് എന്റെ മാണിക്കിനെ വിട്ടു തരണം. തെറ്റ് ഞാൻ തന്നെയാ സാറേ ചെയ്തേ. ഷൊർണൂരിലേക്ക് ലൈസൻസ് ഇല്ലാതെ ആനയെ കൊണ്ടുവന്ന് എന്റെ തെറ്റാ സാറേ. സാർ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ക്യാമ്പിൽ നിന്ന് ആനയെ വിട്ടുതരും സാർ. ഇനി പേപ്പർ ഇല്ലാതെ ആനയെ കൊണ്ട് എങ്ങോട്ടും പോയില്ല സാർ. പേപ്പർ കൊണ്ടുവന്നാൽ ഞാൻ ആനയെ വിട്ടു തന്നേക്കാം. സാറേ, ചെറുപ്പം മുതൽ മാണിക്കത്തെ ഇവൻ ഒരു ദിവസം പോലും കാണാതിരുന്നിട്ടില്ല. ഇവനോട് ദയവ് കാണിക്കണം സാറേ. ഞാൻ അങ്ങയുടെ കാല് പിടിക്കാൻ സാർ. വേണ്ട. എഴുന്നേക്കടോ. എന്താടോ ഇത്? ക്ഷമിക്കണേ സാറേ, ഞാനിത് തുറന്നു കിടന്നപ്പോ അകത്ത് കയറിങ്ങ് മയങ്ങി പോയതാ. ക്ഷമിക്കേ.
തിന്നട്ടെ, സമയായി. വേഗം തിന്നടാ. അയ്യോ, ഇങ്ങനെ കൊഞ്ചിച്ചോണ്ടിരുന്ന ഒരു കാര്യം നടക്കില്ല. സന്ധ്യയാകും മുമ്പ് പാലക്കാട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. രാത്രിയായ ലൈസൻസും പേപ്പറും ചോദിച്ചാൽ എന്താ ചെയ്യുന്നേ? നിങ്ങൾ ആള് പുലിയല്ലേ? മതി സൂചിപ്പിച്ചത്, നീ കേറാൻ നോക്ക്. മരുമോനെ ഒരെണ്ണം എനിക്ക്. നാണല്ലേ, പോയി കയറി. അച്ചാറുകൾ അത് കേട്ടപ്പോ എനിക്കങ്ങ് സന്തോഷമായി. അടിച്ചെന്നിട്ട് അയ്യോ അയ്യോ എന്നാടാ നോക്കുന്നേ? ഹലോ ആ പറയേ. ആര് മണിയേട്ടനാണോ? മണിയാ, ആരാ ഇത്? ആദ്യകാട്ടിന്ന് താപ്പാനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നേക്കുവാ. ഇപ്പൊ എവിടെയാ വരണ്ടേ? നിങ്ങൾ എങ്ങോട്ടാ വന്നോണ്ടിരിക്കുന്നേ? ഞങ്ങൾ എല്ലാവരും ഉടനെ തന്നെ ഒറ്റപ്പാലത്തെത്തും. എന്നാ ഒരു കാര്യം ചെയ്യേ, ചെറുതുരുത്തി പാലം എവിടാന്ന് ചോദിക്കേ. അവിടെ 2 പാലമുണ്ട് കേട്ടോ. അവിടെ പഴയ പാലത്തിന്റെ അടുത്ത് നിന്നാ മതി, ഞാൻ അവിടെ എത്തിക്കോളാം. രാഘവത്തിന് മുമ്പ് കൊണ്ടുപോകാൻ പറ്റുമല്ലോ അല്ലേ? തീർച്ചയായും 10:30 മുമ്പ് നമുക്ക് കയറ്റാം. എടാ നേരായടാ, നീ വിട്ടോ ചെല്ല്. ശരി ഏട്ടാ, ഞാനല്ലേ ഉടനെ ഫോൺ ചെയ്യണേ. ആ ശരിയായി. നീ കുറച്ച് വലത്തോട്ടെടുത്ത് തിരിക്കടാ. വല്യേട്ടൻ വന്നില്ലേ? വന്നില്ല മണി. വന്നില്ലെന്നോ? ഇല്ലെന്നേ. ഞാൻ പറഞ്ഞത് ശരിയാ. താൻ തന്നെ മര്യാദക്ക് നോക്കി എടുക്ക്. അങ്ങനെ തിരിക്കാൻ പറ്റില്ലെന്ന് കുഴിയാ. കുറച്ചുകൂടെ. പറയൂ മണി. എവിടാ ഉള്ളേ? നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്താ ഈ പറയുന്നൊക്കെ? അതല്ല മണി, ഇനി 10:30 മണിക്ക് ഇവിടെ വരണമെന്ന് പറഞ്ഞാലേ? മണി, ചെറിയ പ്രശ്നമുണ്ട്. നാട്ടുകാർ മുഴുവൻ ഇവിടെ വന്നിട്ടുണ്ട്, ഞാൻ എന്താ പറയണ്ടേ? മണി, എന്റെ കുട്ടിയമ്മ വിഷം കുടിച്ചു. ഇപ്പൊ ആശുപത്രിയിലാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല മണി. ഒരു 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ വരും മണി. അതുവരെ നീ എങ്ങനെയെങ്കിലും അവിടുത്തെ കാര്യം ഒന്ന് നോക്കണം. ശരി, എങ്കിൽ പോയിട്ട് വാ. ഓട്ടോക്കാരാ, നീ പോയിക്കോ. മരുമോനെ പോകാ. കേട്ടോ, വരട്ടെ. ഒന്ന് നിർത്തിക്കേ. എടാ, നീ ഇതുവരെ പോയില്ലേ? ചേട്ടാ, എന്താ പ്രശ്നം? ഒന്നുമില്ലടാ, പോയി നീ പൊയ്ക്കോ, സമയം കളയാതെ. എന്താന്ന് പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്നേ. എങ്ങനെയായാലും ഞങ്ങൾക്ക് ഈ മാസം കഴിയുന്നതിന് മുമ്പ് താപ്പാനെ കൊണ്ട് തരണം. 15-ന് ശേഷം നല്ല അങ്ങനെ സമയം. ആയിക്കോട്ടെ. ഞങ്ങൾ നേരവും കാലവും ഒക്കെ നോക്കുന്നവരാ. അത് തെറ്റിക്കില്ല. എന്നാ കൊടുക്ക്. വല്യേട്ടൻ 2 ദിവസം അഡ്ജസ്റ്റ് ചെയ്യാനാ പറയുന്നത്. ഈ സമയത്ത് ഞാൻ താപ്പാനിക്ക് അവിടെ പോവാനാ? 2 ദിവസത്തെ കാര്യല്ലേ, ആദ്യക്കാട് പോകുന്ന വഴിക്കല്ലേ. ഞാൻ വേണമെങ്കിൽ അവിടെ ഇറങ്ങിക്കോളാം. വല്യേട്ടൻ ആനയും കൊണ്ട് അവിടേക്ക് വരുമ്പോ ഞാൻ തിരിച്ചു പോയിക്കോളാം ചേട്ടാ. അവര് ചോദിച്ചേക്കുന്ന താപ്പാനേ ബൊമ്മ. ചേട്ടാ, 2 ദിവസത്തേക്കല്ലേ, ഞാൻ നോക്കിക്കോളാന്നേ. താപ്പാനെ കാട്ടാനെ വരട്ടാണല്ലേ കൊണ്ടുപോകുന്നത്. ചേട്ടന് വേണ്ടി ഇതെങ്കിലും ഞാൻ ചെയ്യണ്ടേ, വിഷമിക്കണ്ട. എടാ അവനൊന്നും അറിയില്ലടാ. അതൊക്കെ അറിയാന്നേ. ചേട്ടാ, രാത്രി മുഴുവൻ ഞങ്ങളോടൊപ്പം ആയിരുന്നില്ലേ? ചേട്ടൻ പോയി സന്തോഷമായിട്ടെന്ന് പറഞ്ഞു. ബാക്കിയല്ല. അയ്യോ, നാട്ടുകാരെല്ലാം വരുന്നുണ്ട്, ഞാൻ ഇവരോട് എന്ത് സമാധാനം പറയുന്നേ. ആ നമസ്കാരം മണിയേട്ടാ. വഴി അറിയാതെ ഒന്ന് കറങ്ങി 10:30 ആവാൻ പോകുന്നു. ഉടനെ തന്നെ കൊണ്ടുപോകല്ലോ അല്ലേ? ഇത്ര നേരം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാത്തിരുന്നത്. രാത്രിയാകും മുമ്പ് അവിടെ കണ്ടുപിടിക്കാൻ കുറെ പാട് കേറ്. ആദ്യം ഞാൻ കേറാൻ നോക്ക്. ചേട്ടാ, താപ്പാനൊന്നും ചെയ്യില്ലല്ലോ. അത് കാട്ടാനേ വരട്ടുള്ളൂ, നിങ്ങൾ കേറ്. മരുമോനെ, അത് കാട്ടാനല്ല. ഇന്ന് രാത്രി കാണുക എന്ത് ചെയ്യും? ആ തിരുവാ തുറക്കാതെ വേഗം ചെന്ന് കേറാൻ നോക്ക്. എടാ ബൊമ്മ, ഇതാകെ പ്രശ്നമാണല്ലേ. 2 ദിവസമല്ലേ, ഞാൻ നോക്കിക്കോളാം. ചേട്ടൻ എടാ, ധൈര്യമായിട്ട് സൂക്ഷിച്ച്. പോ. വിഷമിക്കണ്ടെന്നേ. ദൈവമേ, 2 ദിവസം കാട്ടാനെ ഇറങ്ങല്ലേ. ഞങ്ങളെ ഇവിടുന്ന് എങ്ങനെങ്കിലും രക്ഷിക്കണേ ദൈവമേ. ഇവന്മാരുടെ മുഖം കണ്ടാലേ പേടിയാകും. ചേട്ടാ നമസ്കാരം. തുടങ്ങിയല്ലോ. പേരെന്തേട്ടാ? ശ്രീധരൻ. എന്റെ പേര് ഭൂമിനാഥൻ. ഭൂമി കുലുങ്ങും. ഞാൻ കോടാലി വാസു. എന്റെ ദൈവമേ. കാർന്നോരെ, ഇനി ഇവന്റെ പേരെന്താ? എന്റെ പേര് ഭൂലോകനാഥൻ. ചേട്ടാ, എവിടുന്നാ വിളിക്കുന്നേ? എന്റെ പേര് തേള്. നല്ല പേര്. ഇവന്മാരുടെ പേര് കേട്ടാലേ പേടിയാകുന്നല്ലോ. ഇവരുടെ ഇവിടെ കൂടിയിട്ട് എത്ര നാളായി? എന്റെ മരുമോനാ, ഞാൻ അമ്മാവൻ. എടാ, മൂപ്പനാരാ എല്ലാ വിദ്യയും പഠിപ്പിച്ചു കൊടുക്കുന്നത്. വിദ്യ അറിയാത്തവന്മാര് പോലും വീരനെ പോലെ അല്ലേ നടക്കുന്നേ. പാവം നമ്മുടെ ചേട്ടന്റെ മുഖം കണ്ടോടാ. അനിയ മതി. എന്തൊരു ചന്തം അല്ലേടാ. ചേട്ടാ, സർക്കാരിന് ചെയ്യാൻ പറ്റാത്ത കാര്യം നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി ചെയ്യല്ലേ. വളരെ നന്ദിയുണ്ട് കേട്ടോ. സത്യം അറിഞ്ഞ എന്താകും സ്ഥിതി? നിങ്ങളെ കുടുംബം എല്ലാം സുഖമായിരിക്കട്ടെ. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല കേട്ടോ. അയ്യോ, അതെന്താ?
എടാ എന്താടാ നീ പറയുന്നേ? ഒരു പക്ഷേ ഇങ്ങനെ കാട്ടിലേക്ക് പോകുമ്പോ ആന ചവിട്ടി ചത്തുപോയാലേ ഇയാളുടെ ഭാര്യയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചേ. എടാ ചുമ്മാതറി, എല്ലാം അറിഞ്ഞോണ്ടല്ലേ പുള്ളിക്കാരൻ വന്നിരിക്കുന്നത്. ഇതൊക്കെ ഒരു പരീക്ഷണമല്ലേ? എനിക്ക് ആരാടാ പെണ്ണ് തരുന്നേ? ഞങ്ങൾ ഓരോന്ന് സംസാരിക്കുമ്പോ ചേട്ടൻ ഇങ്ങനെ മിണ്ടായിരുന്നല്ല എങ്ങനെ? എടാ വിജയം നേടിയവരൊക്കെ മിണ്ടാതിരിക്കേ ഉള്ളൂ. എടാ സിംഹം എപ്പോഴും പതുങ്ങിയല്ലേ ഇരിക്കൂ. ഇപ്പൊ ചിലപ്പോ പതുങ്ങിയിരിക്കും. കൊമ്പനെ ഓടിച്ചതിന് ശേഷം നാട്ടുകാരെല്ലാരും കൂടെ ചേർന്ന് ഇവർക്ക് മാല എല്ലാം കൂടെ ഇട്ട് വെടിക്കെട്ടൊക്കെ നടത്തി കലക്കുമ്പോ നമ്മുടെ സിംഹം സംസാരിക്കും. ചേട്ടാ അപ്പോഴെങ്കിലും സംസാരിക്കോ? എന്ത് പറ്റിയ കാരണരെ? വണ്ടി ഒന്ന് നിർത്താൻ പറയൂ അനിയ. എന്താ പറ്റിയേ ചേട്ടാ? എന്തെങ്കിലും വേണോ? വേണമെങ്കിൽ പറയണം കേട്ടോ. മടിക്കാതെ പറഞ്ഞോ ചേട്ടാ. ഒരു 2 മിനിറ്റ് വണ്ടി നിർത്താമോ? ഞാനിപ്പോ വരാം. എടാ ഡ്രൈവറിനോട് പറ വണ്ടി നിർത്താൻ. ഡാടാ വണ്ടി ഒന്ന് നിർത്തിക്കൊറാ. വയറ്റിൽ നിന്ന് പോകാൻ നല്ല സ്ഥലം. അനിയന്മാരെ പോയ കാര്യം സാധിച്ചു. നമുക്ക് പുറപ്പെടാം അല്ലേ? അങ്ങോട്ട് കേറാ. 1 2 ആനയ്ക്ക് മരുന്ന് പറിക്കണമെന്ന് എത്ര പ്രാവശ്യം കള്ളം പറയുന്നേ? എന്നെങ്കിലും ഇവന്മാര് കണ്ടുപിടിക്കാതിരുന്നാ മതിയായിരുന്നു. ചേട്ടാ നോക്കി ഇറങ്ങണം കേട്ടോ. നോക്കി കാരണവരെ നോക്കി ഇറങ്ങ്. അതെ അനിയ, ഈ വഴി വേണം പോകാൻ. ആ വഴിക്ക് വണ്ടി പോകുകയില്ല. വണ്ടി തിരിച്ചിട്ടു മുന്നോട്ട് പോയിട്ട് പുറകോട്ട് കൊണ്ടുവന്നാ മതി. ഇറങ്ങട മാണിക്കം, ഇറങ്ങടാ. ഇറങ്ങി വാടാ. നാട്ടിലേത് ഉത്സവത്തിന് ചെന്നാലും ഡോറ് തുറന്ന ഉടനെ ഇറങ്ങുന്ന ആന ഇന്ന് ഇറങ്ങുന്നില്ല. എന്താണോ സംഭവിച്ചത്? ഈ കോന്തന്മാരുടെ മുഖം കണ്ട എനിക്ക് പേടിയായി. വേഗം ഇറങ്ങാനാ പറഞ്ഞത്. ആനെ നീ ഇറങ്ങണ്ട, നമുക്ക് തിരിച്ചു പോകാം. ഇറങ്ങാനല്ലേ പറഞ്ഞത്? ഇറങ്ങിയില്ലെങ്കിൽ എടാ ഭൂമിനാഥ, കൊമ്പൻ രാമന്റെ വീട് തകർത്തതിന് ശേഷം ഇവിടം വിട്ട് പോവാന്ന് പറയുന്നത് കേട്ടു. ചിലപ്പോ അതുകൊണ്ടായിരിക്കും പോകുന്നത്. എന്താ രാമ, കൊമ്പനെ ഓടിക്കാൻ വേണ്ടിയല്ലേ കാശ് മുടക്കി താപ്പാനെ കൊണ്ടുവന്നത്? നീ നിന്റെ പാട്ടിന് പോലെ അങ്ങനെ കാര്യങ്ങള് ചോദിച്ചേട്ടില്ല. എന്താ മിണ്ടാ പോകുന്നേ? അനിയ ഒന്ന് നിന്നെ. അല്ല അനിയ, ആ ആനയെ പേടിച്ചാണോ നിങ്ങൾ നാട് വിട്ടു പോകുന്നേ? അത് ആനയല്ല, കറുത്ത പിശാച. സൂക്ഷിച്ചാ കൊള്ളാം. കറുത്ത പിശാച. പോടാ. എന്താ ചേട്ടാ ഇങ്ങനെ ഞൊണ്ടി നടക്കുന്നേ? അതോ, കാട്ടിനകത്ത് വെള്ളത്തിന്റെ പ്രശ്നമുണ്ട്. 4 ഇല പറിച്ച് ജോലി തീർക്കാന്ന് വിചാരിച്ചപ്പോ 2 എണ്ണം ചൊറുതനമായി പോയടാ. ചൊറിയില്ലേ ആ ഇല, കടി അങ്ങ് തുടങ്ങിയടാ. എന്നിട്ട് അങ്ങനെ അങ്ങോട്ട് ചറചറചറാന്ന് അണ്ടകടാകൻ ചൊറിയുവാടാ. ചൊറിഞ്ഞ മാറില്ലേ? എടാ, അവന്മാരെന്നെ വലിയൊരു ആനപ്പാപ്പാനാണെന്നടാ കരുതിയേക്കുന്നേ. എന്റെ ഇഷ്ടത്തിന് ഞാൻ ആ സ്ഥാനത്തെങ്ങാനും ചൊറിഞ്ഞ പാപ്പാന്റെ വില പോയില്ലടാ. അത് ശരിയാ. എന്തോന്ന് ശരിയല്ല എന്ന്? എടാ ഉണ്ണി, ചൊറിഞ്ഞ എന്റെ അണ്ടർ ഇറക്കി. അത് കീറിയാലൊന്ന് വാങ്ങിയപ്പോരെ? ഞാൻ വാങ്ങിത്തരാം ചേട്ടാ. ജീവിതത്തിൽ അണ്ടർ കണ്ടിട്ടില്ലാത്ത നീ എനിക്ക് അണ്ടർ വാങ്ങിച്ചു തരുമെന്നല്ലേ? വല്യമ്മേ, ചെയ്യേണ്ട ചടങ്ങുകളൊക്കെ ചെയ്ത്. അയ്യോ വേണ്ട. കുങ്കുമം തൊട്. അതെ, ഇനി ആ മാലയിട്. നന്നായി വരും. അങ്ങേർക്ക് മാലയിട്. നമസ്കാരം.
കറുത്ത ചെകുത്താനെന്ന് പറഞ്ഞ ഇതാണോ? അയ്യോ, എന്റെ മുട്ടിടിച്ചിട്ട് വയ്യ. തുടങ്ങി. മരണമണി അടിച്ചു. എടാ, എന്തിനാടാ ചിരിച്ചേ? ചേട്ടൻ എന്തോർത്ത ചിരിച്ചോ അതോർത്ത ഞാനും ചിരിച്ചേ. ഇവനെ ശവമായിട്ടല്ലേ കണ്ടത്? ഞാൻ വരുന്നില്ല. ദൈവമേ, എല്ലാരും ഉണ്ട്. തീർന്നത് തന്നെ. അയ്യോ, ഇതൊന്നും മനുഷ്യരിൽ ജനിച്ചതല്ലേ ഈശ്വര. പേടിയാകുന്ന എനിക്ക്. അയ്യോ, നമസ്കാരം. ചോരക്കളമാകും ഇവിടെ. തിരിച്ചു നമസ്കാരം. ഇതിന്റെ കുറവും കൂടെ ഉള്ളായിരുന്നു. എന്താണ് ഒരു ശബ്ദം? താപ്പാനെ കൊണ്ടുവരുന്ന കാര്യ പറഞ്ഞോണ്ടിരിക്കുന്നേ. കൊമ്പനെ ഓടിക്കാനാണോ? അതെ സാറേ. എന്താടോ ഇവന്മാർക്ക് വിവരമൊന്നുമില്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലേ, എല്ലാവരും ടൈപ്പ് ആൾക്കാരാ. എന്റെ ഈശ്വര, ഈ മൂപ്പന്മാരുടെ അടുത്തൊന്ന് രക്ഷിക്കണേ. ഉണങ്ങിയ മരത്തിനോട് പറഞ്ഞിട്ട് എന്താ കാര്യം? കൊമ്പനെ ഓടിക്കാൻ വേണ്ടി സർക്കാർ ഒരു സഹായവും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങളെ ഇവിടേക്ക് വിളിച്ചത്. ഇവിടുത്തെ കൊയ്ത്ത് കഴിയുന്നതുവരെ ഞങ്ങളുടെ ഈ നാട്ടിലുള്ള എല്ലാവരും വിശ്വസിക്കുക, നിങ്ങളാ ഞങ്ങളെ രക്ഷിക്കേണ്ടത്. മോനെ, സാധാരണ ഈ ആചാരങ്ങളെല്ലാം ഇല്ലം സ്വാമിക്കാണ് ചെയ്യാറ്. ആ സ്വാമി ഇപ്പോൾ നീയാണ്. എടാ ശ്രീധര, എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി താമസിക്കേണ്ട സ്ഥലത്ത് വെയ്യ. ഇങ്ങേര് ഇവിടെ ഉള്ളിടത്തോളം കാലം ഒരു കുറവും വരാൻ പാടില്ല. സുബ്രഹ്മണി, എടാ മരുമോൻ സ്വാമി, എന്താണോ വേണ്ടത് ഒന്നും മിണ്ടാതിരിക്കണേ. 2 ദിവസം ഒന്ന് അഭിനയിക്കണം. കൂടെ നിന്നാ മതി. വാ പോവാം. ഞാൻ അഭിനയിക്കണമെന്നോ? ഇവനെപ്പോഴാ നാടക കമ്പനി തുടങ്ങിയത്? സാധാരണയായി കൊമ്പൻ ഇറങ്ങുന്നിടത്താണ് നമ്മളെ അവിടെയാണ് താപ്പാനെ കെട്ടാൻ പോകുന്നത്. അതെനിക്കറിയാടൂ. മുതന്മലയിലും തെന്മലയിലും 2 പേരെ കാവൽ. അവിടെ നേരത്തെ തന്നെ തുളസിയും മാടനെയും കാവലിനിട്ടിട്ടുണ്ട്. അങ്ങനെയാണ്. അതെ. അപ്പൊ കൊമ്പന്റെ ശല്യം തുടങ്ങിയ ഉടനെ തന്നെ ആനക്കാരനെ വിവരം അറിയും. ശരിയേട്ടാ. അയ്യോ 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 അയ്യോ.
അവൾക്ക് ആവശ്യമുള്ളതെല്ലാം മേളി വെച്ചിട്ടുണ്ട്. അവിടെയാ താമസിക്കേണ്ടത്. ശരി വരട്ടെ. ആയിക്കോട്ടെ. ശരി. അമ്മോ എന്താ മരുമോനെ? അത് ശരി, പുട്ടടിച്ച് കിടക്കുവാ അല്ലേ? നല്ല ക്ഷീണമുണ്ട്. ക്ഷീണമാണെന്നോ? പിന്നെ ആരാ കാവലടക്കുന്നത്? ചെല്ല. ഇന്നൊരു ദിവസം ഒന്ന് ഉറങ്ങിക്കോട്ടെ. ശരി, 2 മണി വരെ നോക്കിയാൽ മതി. 2 മണി കഴിഞ്ഞാലോ? അത് പിന്നെ ശീലം ആയിക്കോളും. ജോത്സ്യന്റെ വാക്കാണല്ലോ ഇത്. റാന്തലെടുത്തേ ഉണ്ണി. എന്താ നോക്കുന്നേ? വേഗം റാന്തലെടുക്കടാ. ഡാ, നീ ഇവിടെ ഇരിക്കും. നിന്നോട് കുറച്ച് കാര്യം പറയാനുണ്ട്. ഇത് പിടിക്ക്. ഈ പാതിരാത്രിയിൽ ഇവന്മാരെന്ത് സംസാരിക്കാൻ ആർക്കറിയാം? നമ്മൾ 2-ാം കുടിയില്. പുതപ്പെടുക്കടാ. ഇരിക്കി. എടാ ഉണ്ണിയേ, പറ ചേട്ടാ. ആ പെണ്ണിനെ കണ്ട ശേഷം എനിക്ക് എന്തൊക്കെയോ ഒരു ഇടങ്ങേറ്. എന്തിടങ്ങാറാ ചേട്ടാ? വിശക്കുന്നുണ്ടടാ, എന്നാൽ കഴിക്കാൻ പറ്റുന്നില്ല. ദാഹിക്കുന്നുണ്ട്, എന്നാ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. ഞാൻ നടക്കുക ചെയ്യുന്നേ, പക്ഷെ പറക്കുന്ന പോലെ തോന്നും. ശരീരത്തിന് നല്ല ക്ഷീണമുണ്ട്, എന്നാ എനിക്ക് ഉറക്കം വരുന്നില്ല. എടാ ഉണ്ണി, മനസ്സില് എന്തോ തികട്ടുന്ന പോലെ, എന്നാ അത് പുറത്തേക്ക് വരുന്നില്ല. ഗർഭമായിരിക്കും. ഇതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ലടാ. ഒന്ന് പറഞ്ഞു നോക്കേട്ടാ. എനിക്ക് അവളെ അറിയാം. അറിയാന്നോ? അവൾ അറിയാതെ ഞാൻ അറിയുന്നു. ഇത് കൊള്ളാലോ, കവിതയാണല്ലോ. ഇതാണോടാ? പിന്നല്ലാതെ, ഒരരുവിയിലെ വെള്ളം പോലെ ഒഴുകല്ലേ. എന്തുകൊണ്ട് ഒഴുകില്ല? എടാ മാണിക്യം, ആ ഉണ്ണി നാളെ നിന്റെ അടുത്ത് വരുമ്പോഴേ അടിനാവി നോക്കി ചവിട്ടാ മറക്കണ്ട കേട്ടോ. നമ്മളെ 2 പേരെയും മഞ്ഞത്ത് നിർത്തിയിട്ട് അവന്മാര് കൊച്ചു വർത്താനം പറഞ്ഞിരിക്കുന്ന കണ്ടോ മോനെ? തീർന്നോട്ടാ? ഇതുപോലെ കുറെ ഉണ്ടടാ. പറ, ഞാൻ കേക്കട്ടെ. പ്രായപൂർത്തിയായിട്ട് എത്ര വർഷം കഴിഞ്ഞു? കല്യാണം, ഫസ്റ്റ് നൈറ്റിന്റെ അർത്ഥം എന്താന്ന് പോലും അറിയില്ല. ഏത് നേരത്താണോ എന്റെ അച്ഛൻ. എടാ മാണിക്യം, ഈ കൊമ്പൻ നീ നാട്ടിലുള്ള എല്ലാരും പറയുന്നുണ്ടല്ലോ. പെട്ടെന്ന് അടിവാരത്തൊന്നും ഇങ്ങോട്ട് കയറി വന്നാ എന്ത് ചെയ്യൂടാ മാണിക്യം? തൃശൂർ പൂരത്തിന്റെ അന്ന് കേശവൻ അടഞ്ഞപ്പോ നീ ഒരു ഓട്ടോ ഓടിയത് മറക്കണ്ട. അതുപോലെ നീ ശ്രീധരനെ രക്ഷിക്കണം കേട്ടോ മോനെ. ഇവിടേക്ക് കെട്ടിയെടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? എന്താ ഇത്? രാത്രി മുഴുവൻ കേട്ട് ഞാൻ ഇപ്പോഴാ ഒന്ന് ഉറങ്ങി. ആനപ്പുറത്തിരുന്ന് ഉറങ്ങിയിട്ട് എന്റെ ഉറക്കം കളയാൻ വന്നേക്കും. എന്താ ഞാൻ ഉറങ്ങിയെന്നാ? നീയൊക്കെ എത്ര കല്യാണം കഴിച്ചാലും ഡൈവോഴ്സിലേ തീരുവുള്ളത്. മുഖ്യമന്ത്രി പ്രസംഗിച്ചിരുന്നു. ഇന്ന് അതിരാവിലെ കുമളി ഭാഗത്തായി 2 താപ്പാനകളെ കെട്ടിയിട്ടിരുന്നു. ഇത് നോട്ടമിട്ടിരുന്ന കാട്ടാനകൾ പെട്ടെന്ന് താപ്പാനകളുമായി എതിരിടാൻ തുടങ്ങി. 2 മണിക്കൂർ നീണ്ട എതിരിടലിൽ ഒരു താപ്പാന ചത്തുവീണു. വന്യസംരക്ഷണ വകുപ്പിലുള്ളവർ അവിടെ എത്തി ആകാശത്ത് നോക്കി വെടിവെച്ചതിന് ശേഷമാണ് കാട്ടാനകൾ കാട്ടിലേക്ക് തിരിഞ്ഞോടിയത്. ഇനി നമുക്ക് വിനോദ രംഗത്തിലേക്ക്. മരുമനെ, 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 എഴുന്നേക്ക് മരുമനെ, എഴുന്നേക്ക് മരുമോനെ. മരുമനെ, റേഡിയോയില് പറഞ്ഞത് കേട്ടാ? കുമിളി ബോർഡറില് 5 കാട്ടാനെ ഇറങ്ങി താപ്പാനെ കുത്തിക്കൊന്നെന്ന് പറയുന്നു മരുമനെ. ഇങ്ങോട്ട് നോക്ക് മരുമനെ, നമ്മളും ബോർഡറിലല്ലേ, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാടാ. ചുമ്മാരിക്കേ. ഇന്നലെ ആ പെണ്ണിനെ കണ്ടതിന് ശേഷം ഒരു 5-6 കാട്ടാനെ പിടിച്ച് വാലി ചുഴറ്റി ഒന്നിങ്ങോട്ട് ഒന്നിങ്ങോട്ട് വീശി എറിയണം തോന്നാ. 5-6 കാട്ടാന വാലിച്ചുറ്റി എറിഞ്ഞു. എന്ത് പറ്റി മരുമോനെ നിനക്ക്? എന്തൊക്കെയോ പോലെ തോന്നുന്നു. ഒരു പുതിയ ജന്മം കിട്ടിയ. നമ്മളിനി ഒരു ദിവസമേ ഉള്ളൂ. ആവശ്യമില്ലാത്ത തോന്നല് വേണ്ട മരുമോനെ, ജീവിതം കോഞ്ഞാട്ടയാകും. നോക്ക്, രാവിലെ വിളിച്ചുണർത്തിയിട്ട് എന്റെ വായിന്നൊന്നും കേൾക്കരുത്. ഞാൻ പറഞ്ഞേക്കാം,
പോയി ആനെ കുളിപ്പിക്കാൻ നോക്ക്. ഇവനെ എഴുന്നേൽപ്പിച്ച് പനമ്പട്ട കൊടുക്കാനും പറ. മരുമനെ പോകുന്ന വഴിക്ക് കൊമ്പൻ വന്ന് ഇയാളെ കുത്തി കൊല്ലട്ടെ. ആരെ കൊല്ലുന്നേ നോക്കാം. കൊമ്പനെ കുത്തി ഞാൻ വളർത്തോടാ. ഇത്രയും നേരം പറഞ്ഞതല്ലേ ഇവന്മാര് കേട്ട് കാണുമോ? മരുമോനെ ഞാൻ പറഞ്ഞപ്പോ നീ കേട്ടില്ലല്ലോ. ഇവന്മാരെ നാട് നീളെ ഇത് പറയും. എല്ലാരും കൂടെ ഇവിടുന്ന് നമ്മളെ ഓടിച്ചോളും. ചേട്ടാ എന്തിനാ ദേഷ്യപ്പെടുന്നത് മനസ്സിലായി. കുമ്പളി വന്നിറങ്ങി ആന ഇവിടെ ഇറങ്ങാത്തോണ്ടല്ലേ ചേട്ടാ? കൊമ്പൻ ഇവിടെ ഇറങ്ങിയിരുന്നെങ്കിൽ അതിനെ തല്ലിക്കൊന്നിട്ട് ഇന്ന് തന്നെ നാട്ടിലോട്ട് പോകാനല്ലായിരുന്നു. ഞാന് തല്ലിക്കൊന്നിട്ട് പോയിക്കോ. മരുമോനെ നിന്റെ സൈഡിലാടാ കാറ്റടിച്ചോണ്ടിരിക്കുന്നേ. ഞാൻ തല്ലിക്കൊല്ലുവന്ന്. നീ 5-6 കാട്ടാനേ അല്ല 50 കാട്ടാനേ വരെ ചുമ്മാ കറകറന്ന് ചുറ്റി എറിയും. ചേട്ടൻ കുറച്ച് പറയാണെന്ന് ഞങ്ങൾക്ക് അറിയാമേ. മരുമോൻ അമ്മാവനായിരിക്കും എല്ലാം പഠിപ്പിച്ചു കൊടുത്തത്. 50 ഒന്നും അല്ല, 100 ആന വന്നാലും അടിച്ചോടിക്കുമെന്ന് അറിയാം. തീരെ ബുദ്ധിയുള്ള ഒറ്റ ഒരുത്തമാര് ഈ കാട്ടിലില്ലല്ലോ ദൈവമേ. അവനാണെങ്കിൽ പ്രേമത്തിന്റെ ആനക്കുഴിയിലാ വീണിരിക്കുന്നത്. ഇവന്മാരോ രാത്രിയിൽ അടിച്ച വാറ്റിന്റെ ഉന്മേഷത്തിലാ വന്നിരിക്കുന്നത്. ഇനി എന്തൊക്കെ നടക്കാൻ പോകുന്നു. ഇതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഗ്രാമത്തിലേക്ക് കയറ്റാത്തത്. വെറുതെ ഇവിടെ തരുവാങ്ങി താടാ അടിക്കാം. അയ്യോ വേണ്ട വേണ്ട, ഒന്നും ചെയ്യല്ലേ. എന്താ ചെയ്തേ? മാറി നിക്കേ. എന്താ നിങ്ങൾ കാണിക്കുന്നത്? മാറി നിക്കേ. അയാൾ എന്ത് തെറ്റാ ചെയ്തേ? പുറത്തൊന്ന് സാധാരണ മുട്ട കൊണ്ടുവന്നു ചായം തേച്ച് നാടൻ കോഴിമുട്ട എന്ന് പറഞ്ഞു 6 മാസമായി ഈ നാടിനെ പറ്റിക്ക് വരുന്നവർ. നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. അനിയന്മാരെ കോഴിമുട്ടയ്ക്ക് വേണ്ടി ഒരാളെ കൊല്ലണോ? ഒരാളെ കൊന്നിട്ട് വന്നാലും ഞങ്ങൾ ക്ഷമിക്കും. വിശ്വാസവഞ്ചന കാണിക്കുന്നതിന് ഞങ്ങൾ വെറുതെ വിടില്ല. അയ്യോ വേണ്ട വേണ്ട അനിയ, എനിക്ക് വേണ്ടി ഒന്ന് ക്ഷമിച്ച് വിട്. ഒന്നും ചെയ്യരുത് അയാളെ. എന്താ ചേട്ടാ ഇവന് വേണ്ടി ചേട്ടനാണ് ക്ഷമ ചോദിക്കുന്നത്? എടാ ചേട്ടൻ പറഞ്ഞോണ്ട് നിന്നെ വെറുതെ വിടുവാ. എഴുന്നേറ്റ് പോടാ. ഇനി ഈ നാട്ടിൽ കണ്ടുപോരുത് തന്നെ. ക്ഷമിക്കണം ചേട്ടാ. എന്തിനാ? നാടൻ മുട്ട എന്ന് പറഞ്ഞ് ചേട്ടനും അതാ തന്നത്. ഇനി അങ്ങനെ സംഭവിക്കില്ല ചേട്ടാ. എന്നാ ഞങ്ങൾ വരട്ടെ. ഇത്രയും ചെറിയ ഒരു കോഴിമുട്ടയ്ക്ക് വേണ്ടി കഴുത്തിൽ കത്തി വെക്കുന്ന ഇവന്മാരല്ല. ഇത് താപ്പാനയല്ലെന്നുള്ള കാര്യം അറിഞ്ഞാൽ നമ്മുടെ അവസ്ഥ. അയ്യോ ദൈവമേ, ഓർക്കാൻ വയ്യ. നാട്ടിലേക്ക് രക്ഷപ്പെടാനുള്ള വഴിയാ നോക്കേണ്ടത്. എങ്ങോട്ടാ പോണേ? ചുമ്മാ വെറുതെ. വരൂ, ആഹാരം കഴിക്കാം. വേണ്ട. എന്താ ഇവിടേക്ക്? ഇത് ചാർജ് ചെയ്യാൻ. അതായിരുന്നു. എടാ ഗോപി, ആ കറണ്ട് പെട്ടി ഒന്ന് കാണിച്ചു കാണിക്കാം. വാനിയ എല്ലാം കഴിച്ചായിരുന്നു. ഇവിടെ കുത്തിക്കോ. കറണ്ട് അടിക്കല്ലേ? ശരി ചേട്ടാ. കഴിയടാ മാണിക്യം. എടാ ഹെൽപ്പർ ഉണ്ണി. എടാ ഉണ്ണി, നാടകത്തിന്റെ കൊടുമുടി എവിടെ? ഫോണ് ചാർജ് ചെയ്യാൻ പോയിരിക്കുവാ. അവനെ ഫോണിന് ചാർജ് ചെയ്യാൻ വേണ്ടി പോയതല്ല, അവൾക്ക് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി പോയതാ. ഇത് കേട്ടോ, ഷോക്ക് അടിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ കൈയും കാലേ പോവുള്ളൂ. പ്രേമത്തിന്റെ ഷോക്ക് അടിച്ചാലേ ഒമ്പ്ലാങ്കറ്റ പൊട്ടിത്തെറിക്കും. എന്തിനാണ് പേടിക്കുന്നേ? എടാ രാത്രി മുഴുവനും ഈ വയസ്സായി എന്നെ ആനപ്പുറത്ത് കയറ്റി ഇരുത്തിട്ടെ അവനും നീയും കൂടെ കൊച്ചു വർത്താനം പറഞ്ഞ് സുഖിച്ചല്ലേടാ കരടി പോലെ ഇരിക്കുന്ന നിന്നെയൊക്കെ ഉണ്ടല്ലോ. ദേ നോക്ക, 2 ദിവസത്തെ നാടകം ഉടനെ തന്നെ അവസാനിച്ച് എത്രയും വേഗം ഇവിടുന്ന് പോകാൻ നോക്കിക്കോ. നാടകത്തിന്റെ ദൈർഘ്യം കൂട്ടാൻ നോക്കിയാലേ നാട്ടുകാരെല്ലാം കൂടെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കൂടാ. പോയി ചങ്ങലിക്കിടാ. അമ്മാവനെന്നും പറഞ്ഞ ഒരുത്തരും ഇവിടെ ഉണ്ടല്ലോ, അവന്റെ നെഞ്ചത്ത് കയറാൻ ആരും ഇവിടെ നോക്കണ്ടടാ. നീ വെറുതെ അവളെ കളിയാക്കില്ലേട്ടോ. പിന്നല്ലാണ്ട് ചെന്നിമല ചെറുക്കന് ഇവിടെ തന്നെ വേണമെന്നുള്ള ഒറ്റ വാശിയിലല്ലേ. ചേട്ടാ ഞങ്ങളുടെ നാട്ടിലെ സാമ്പാർ എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? വളരെ നന്നായിട്ടുണ്ട്. പിന്നെ എരിവ് കുറച്ച് കുറവാ. എരിവ് ചേട്ടന് വേണ്ടി കുറച്ചതാ. ചേട്ടന് വേണ്ടി കുറച്ചതേ. ഇന്നലെ ചേട്ടന് ദേഷ്യം കണ്ടതല്ലേ? ചുമ്മാ വെറി പിടിച്ചോലെ ഓടി നടക്കുവല്ലേ? അതിനിടയ്ക്ക് എരിവങ്ങാനും കൂടിപ്പോയെന്ന് വെച്ചോ, കൊമ്പനെ തേടി കാട്ടിലേക്കാണ് ഓടി പോയാലേ കാടും നശിക്കും, നാടും നശിച്ചു പോയല്ലേ. നീ ഒന്നും ഒരിക്കലും നന്നാവില്ലടാ. ചേട്ടാ ചേട്ടൻ എന്താണ് ആലോചിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഇന്നെങ്കിലും കൊമ്പൻ ഇറങ്ങണമെന്നല്ലേ? ചേട്ടൻ വിഷമിക്കണ്ട, ഇന്ന് കൊമ്പൻ ഇറങ്ങും ചേട്ടാ. അവനെ ഒതുക്കുന്നു. അവനെ അടിച്ചു കൊന്നിട്ട് നാളെ തന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകുന്നു. പോരെ?
ഇവനെ ഞാൻ കൊല്ലേണ്ടി വരും. സന്തോഷമായല്ലോ അല്ലേ? നാട്ടിലേക്ക് അനിയാ, നീയും സന്തോഷമായിരിക്കും. അവന്റെ നോട്ടം കണ്ടില്ലേ, എലി പൊന്നല് കണ്ട പോലെ. സാറേ, നാട്ടുകാരെല്ലാം കൂടി അവനെ ഇപ്പൊ തലയെ കയറ്റി വെച്ചപ്പോ അവന്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ സാറേ? നമ്മുടെ വണ്ടി പുറകെ വന്നിട്ട് പോലും അവ ഒരു കൂസലില്ല പോകുന്നുണ്ടില്ലേ? ഹോൺ അടിക്കടോ. ഒന്ന് നിക്ക്. എന്താടാ അടിച്ചു മാറ്റാ? അതെ, അടിച്ചു മാറ്റാൻ ഇത് എരുമയൊന്നുമല്ല സാറേ, ആനയാ. ഒന്ന് പതുക്കെ വാ. കേട്ടില്ലേ സാറേ അവൻ എന്തൊക്കെയാ പറയുന്നേ? വരുമാനെ ഒന്ന് മര്യാദക്ക് പറ, അവർ ഉദ്യോഗസ്ഥന്മാരല്ലേ. വണ്ടി നിർത്ത്. കൊമ്പനെ വരട്ടിയത് പോലെയാണല്ലോ നിന്റെ പോക്ക് കണ്ടിട്ട്. എന്താണ് നോക്കുന്നേ? കൊമ്പൻ ആരാന്നറിയോ? അതെ, നാട്ടുകാരൊന്നും പറഞ്ഞിട്ടില്ല. അറിഞ്ഞാ എപ്പോഴേ ഓടിപ്പോയനെ. 3 സ്റ്റേറ്റ് കിടുകിടാന്ന് വിറപ്പിച്ചവനവൻ. 12 വാച്ചർ, 4 റേഞ്ചർ, 3 മൃഗഡോക്ടർ, ആദിക്കാട്ടിലെ ഒരു 25 പേര്, ഡിപ്പാർട്ട്മെന്റിലെ 19 പേരുടെ കുടല് കുത്തി പുറത്തിട്ടവൻ. അത് നിനക്ക് അറിയോടാ? കാർന്നോരെ സാറേ, തന്നെ കണ്ടിട്ട് ജീവിതം അവസാനിച്ച പോലുണ്ട്. ഇവന്റെ ജീവിതം കൂടെ എന്തിനാ താൻ നശിപ്പിക്കുന്നേ? അത് സാധാരണ ആനയെന്ന് വിചാരിച്ചോ? ജീവൻ വേണമെങ്കിൽ വേഗം സ്ഥലം വിട്ടോണം. ഏയ്, ആദ്യം ഇതിനെ ഒതുക്കടാ. ആനപ്പുറത്ത് കയറിയിരുന്നപ്പോ അവനൊരു ജാട കണ്ടിട്ട് എന്നെങ്കിലും കയ്യിൽ വന്ന് വീഴുന്നു. മരുമോനെ ഒന്ന് ഒതുക്കി നിർത്തടാ. എന്താ മരുമോനെ, എന്നോട് പറയുന്ന പോലെ ഏമ്മമാരോട് പറയാവോ? അവന്മാരുടെ നോട്ടവേ ശരിയല്ല. പെട്ടെന്ന് ലൈസൻസ് ചോദിച്ചാൽ എന്ത് ചെയ്താനേ നമ്മളെ? വലിയേട്ടൻ താപ്പാനെ കൊണ്ട് വരുന്നത് വരെ ഞാനൊന്നും പറയുന്നില്ലേ. നടക്കടാ. എടാ മാണിക്യം, നമുക്ക് 3 വിഷയമുണ്ട്. 1, കൊമ്പൻ ചവിട്ടി കുടൽമാല വെളിയിൽ വരും. 2, നീ താപ്പാന അല്ലെന്നുള്ള കാര്യം പറഞ്ഞാൽ നാട്ടുകാർ എന്റെ മുതുകത്ത് കയറും. 3, ലൈസൻസ് ഇല്ലാന്നും പറഞ്ഞ് ഫോറസ്റ്റുകാരെല്ലാം കൂടി നമ്മൾ എവിടുന്ന് അടിച്ചോടിക്കും. ഇതിൽ നിന്നെല്ലാം നമ്മൾ രക്ഷപ്പെട്ടാലും ഇവന്റെ പ്രേമത്തിന്റെ വലയിൽ നമ്മളും അടിമേടിക്കും. ആ മണിയേട്ടാ. ബൊമ്മ, പറഞ്ഞോ. ഞാൻ വലിയേട്ടനെ കാണാനാ വന്നത്. കുട്ടിയമ്മ ഇപ്പോഴും ICU തന്നെയാ ഉള്ളത്. അയ്യോ, എന്താ ചെയ്യുന്നേ? വലിയേട്ടൻ വരാൻ ഇനി 3-4 ദിവസം എടുക്കും. ആണോ? അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ? എന്ത് പ്രശ്നം? മണിയേട്ടൻ എപ്പോഴും എന്നോട് കല്യാണം കഴിക്കുന്നു പറയാറില്ലേ? അപ്പോഴൊന്നും എനിക്ക് ഹലോ ഹലോ, എടാ കേക്കുന്നില്ലേ? എനിക്ക് വളരെ ഇഷ്ടമായി. ഞാൻ അവളെ തന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. എടാ, അത് ചടങ്ങ് പിടിച്ചൊരു നാടാ. വലിയ പ്രശ്നത്തിൽ ചെന്നേ അവസാനിക്കൂ. ആവശ്യമില്ലാത്ത പണിക്ക് എന്തിനാ പോകുന്നേ? എടാ, എന്താ മിണ്ടാതിരിക്കുന്നേ? ബൊമ്മ, ചാർജ് കേട്ടി കഴിഞ്ഞോ? ഇപ്പൊ ഫുൾ ചാർജ് ആയി ചേട്ടാ. ഹലോ, പറയേട്ടാ. നീ എന്താ ഫുള്ളിന്റെ കാര്യമൊക്കെ പറയുന്നേ? മനസ്സ് മുഴുവനും നിറഞ്ഞ ചേട്ടാ. എന്താ എന്താ പിച്ചും പയ്യും പറയുന്നേ? ഇപ്പൊ എനിക്ക് അങ്ങനെയല്ലേ പറയാൻ കഴിയൂ. ഞാൻ എന്ത് പറഞ്ഞാലും കവിതയാണെന്നാ പറയുന്നേ ആ ഉണ്ണിച്ചെറുക്കൻ. കവിതയോ? അതെ ചേട്ടാ. ചേട്ടാ, വളരെ നന്ദി കേട്ടോ. എന്തിനാ നന്ദി? കവിതയെല്ലാം ചൊല്ലി എന്തിന്, കല്യാണം തന്നെ നടക്കുന്ന ലക്ഷണ. ഈ നാട്ടിൽ വന്നതിന് ശേഷം സമയം പോകുന്ന അറിയുന്നേ ഇല്ല. സമയം കളയാനല്ലല്ലോ നീ അങ്ങോട്ട് പോയത്. എടാ, ചുമ്മാ കുഞ്ഞു കളിച്ച് നടക്കല്ലേ. തോന്നിയാസെങ്ങാനും അവരറിഞ്ഞാ പിന്നെ നിന്റെ കാര്യം പോക്കാ. അതൊക്കെ വരുന്നിടത്ത് വെച്ച് നോക്കാൻ മണിയേട്ടാ. എടാ ബൊമ്മ, മാണിക്കത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അവനെന്താ കുഴപ്പം ചേട്ടാ? മാണിക്കോ, ഞാൻ വിളിക്കാം ചേട്ടാ.
നിന്റെ കൂടെ ആയിരുന്നല്ലോ. അത് വെള്ളം കുടിച്ചോണ്ടിരിക്കുക അവിടെ. മാണിക്കം, കാല് പൊക്കട മോനെ. മഴയോ പൂമരത്തിൻ ചില്ലയിൽ കോടുകൂട്ടൻ മോഹമായി കോടമാസക്കാലമോ വെള്ളിമുകിൽ മാഞ്ഞുപോയി ഏതോ കുളിർക്കാലം വാവ കഥ പറയാം അയ്യയ്യോ. സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവെക്കാം. ഇന്ന് നമ്മൾ ഇവിടുന്ന് കലക്കുന്നുണ്ടല്ലോ. എടാ ഉണ്ണിക്കുട്ടോ, എടാ മോനെ, ഉത്സവം കഴിഞ്ഞ് ഏത് നാട്ടിൽ നിന്ന് പോയാലും നമുക്ക് എല്ലാവർക്കും ഉത്സവം കഴിഞ്ഞു പോയല്ലോ എന്നുള്ളൊരു വിഷമമുണ്ടാകും. എന്നാ ഈ നാട്ടിൽ നിന്ന് പോകുവാണെന്ന് അറിഞ്ഞപ്പോൾ സന്തോഷമുണ്ടല്ലോ. നോക്കുണ്ണി, എന്റെ ഭാര്യ ഒളിച്ചോടിയപ്പോ പോലും ഞാൻ ഇത്രയും സന്തോഷിച്ചിട്ടില്ല. അപ്പൊ ചേട്ടന്റെ കല്യാണം കഴിഞ്ഞാലേ പിന്നെ പറയണം. മരുമോൻ ഒരുങ്ങിയില്ലേ? ഇതൊക്കെ ദൈവത്തിന്റെ കളിയാ. അതുകൊണ്ടല്ലേ ആന ഇറങ്ങാഞ്ഞത്. നീ പറഞ്ഞതുപോലെ അഭിനയമെല്ലാം ഇവിടെ കഴിഞ്ഞു. മരുമോനെ, വലിയേട്ടൻ ഫോൺ ചെയ്തായിരുന്നു, താപ്പാനായിട്ട് വന്നോണ്ടിരിക്കാന്ന്. പിന്നൊരു കാര്യം, മണിയണ്ണൻ നാഗർകോവിലിൽ നമ്മളെ ഒരു കല്യാണത്തിന് വിളിച്ചിട്ടുണ്ട്. വൈകിട്ട് ഇന്ന് അവിടെ അടിച്ചു പൊളിക്കാമെന്നാ പറഞ്ഞത്. ഞാൻ നിന്നോട് പറഞ്ഞ നീ ഒന്നും കേക്കില്ലല്ലോ. ഹലോ വലിയേട്ടാ, മരുമോനോട് ആ കാര്യം ഒന്ന് പറഞ്ഞേര് കേട്ടാ. ഇതാ മോനെ ഫോണേ, നോക്കടാ. പറയടാ മോനെ. കുട്ടിയമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ആ, അവൾക്കോ, അവള് സുഖമായിട്ടിരിക്കുന്നു. അവളെ വീട്ടിലാക്കിയിട്ട് ഞാൻ എത്രയും വേഗം അങ്ങ് വന്നേക്കാം. വലിയേട്ടാ, ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. എന്താടാ മോനെ പറയുന്നേ? ചേട്ടൻ വേണം പൊയ്ക്കോ. കാട്ടാനെ എതിർക്കുന്നത് സാധാരണ കാര്യമൊന്നുമല്ല ചേട്ടാ. ആ പെണ്ണിനെ കണ്ടത് മുതൽ എന്താണെന്നറിയില്ല, കാട്ടിൽ നിന്ന് 1000 ആന വന്നാലും അടിച്ചോടിക്കാനുള്ള ധൈര്യം വന്നെനിക്ക്. പിന്നെ ഈ ഒരെണ്ണം എനിക്ക് പ്രശ്നമാണോ? വലിയേട്ടൻ ധൈര്യമായിട്ടിരിക്കേ, ഞാനും അമ്മാവനുണ്ടല്ലോ ഇവിടെ. കൊമ്പം വരട്ടെന്നേ. ശരി, എന്നാല് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോളാം. മഴയോ പൂമരത്തിൻ ചില്ലയിൽ കോടുകൂട്ടൻ മോഹമായി കോടമാസക്കാലമോ വെള്ളിമുകിൽ മാഞ്ഞുപോയി ഏതോ കുളിർക്കാലം വാവ കഥ പറയാം അയ്യയ്യോ. എന്താ മോനെ,
ഫോണൊന്ന് ചാർജ് ചെയ്യണമായിരുന്നു. ആ കുത്തിക്കോ കുത്തിക്കോ. മോനെ അകത്തേക്ക് വാ. ഇല്ല ഞാൻ നാണിക്കാതെ അകത്തേക്ക് വാ മോനെ. അല്ലേ മോര് കുടിക്കാൻ കൊടുക്കും. അകത്തേക്ക് വാ. നമസ്കാരം. ഇരിക്കും മോനെ. ഇല്ല കുഴപ്പമില്ല. എന്തായാലും കൊള്ളാം കേട്ടോ. ആനെ കണ്ട ഓടുന്നയാള് ഇപ്പൊ ആനപ്പുറത്തല്ലേ സഞ്ചാരം. എന്നിട്ട് ഇവള് പറയുക മാണിക്കും എന്റെ കൂടെ ഉണ്ടെങ്കില് കൊമ്പനെ ഞാൻ ഓടിക്കാവുന്ന്. ഒന്ന് സൂക്ഷിച്ചു നിന്നോ മോനെ. ചിലപ്പോ നിന്റെ പണി ഇവൾ അടിച്ചെടുക്കും. ഞാനൊരു തമാശ പറഞ്ഞ അതെന്തിനാ ഇയാളുടെ അടുത്ത് പറയുന്നത്? കാട്ടാനെ ഓടിക്കണമെങ്കിൽ ചെറുപ്പം മുതലേ ശീലിക്കണം. അതൊക്കെ ഇവരെ കൊണ്ടേ കഴിയൂ. അച്ഛൻ എന്നെ കുറിച്ച് വെറുതെ പറഞ്ഞതാ. ശരി വല്യേട്ടാ. പറയൂ ബൊമ്മ. ആദ്യം ചെയ്യേണ്ടത് ചെവിയുടെ താഴെ പെരുവരിൽ വെച്ച് അമർത്തി ബാർഗേ ബാർഗേ എന്ന് പറയൂ. അങ്ങനെ നീ പറയുമ്പോ മാണിക്കത്തിന് ധൈര്യമൊക്കെ ഉണ്ടാവും. ചെവിയുടെ സൈഡിൽ പെരുവരിൽ വെച്ച് അമർത്തി ബാർഗേ ബാർഗേ എന്ന് പറയൂ. നന്നായിട്ട് വിരൽ കൊണ്ട് അമർത്ത്. എന്താ ഇത്? ആനയ്ക്ക് പെരുവരലുണ്ടെന്ന് പറയുന്നു. ഇയാൾ ഏതാ ഏട്ടാ? ഡാൻസ് മാസ്റ്റർ സുന്ദരം. സുന്ദരനോ? നമ്മുടെ വീടിന്റെ അടുത്തുള്ള ആളാ. അയാളുടെ താടി വെള്ളയായിരുന്നല്ലോ. ഡൈ അടിച്ചിരിക്കുക. ഓ, പന്നിയെ പോലെ ഇരിക്കുന്ന അല്ലാതെ വിവരം എന്ന് പറയുന്നത് അയലോക്കത്തൂടെ പോയിട്ടില്ല. പറഞ്ഞ കേക്കില്ല അല്ലേ? എടാ എന്തിനാടാ മോനെ നീ അവനോട് ദേഷ്യപ്പെടുന്നേ? ഞാൻ പറഞ്ഞതല്ലേ, ഉത്സവത്തിന്റെ എഴുന്നള്ളത്തിന് കൊണ്ടുപോകുന്ന ആനയെ കൊണ്ടുപോയി കാട്ടാനെ മെരുക്കാൻ പറഞ്ഞ അതെങ്ങനെ നടക്കും മോനെ? ചെറുപ്പത്തിൽ തന്നെ അതിനെ ശീലിപ്പിക്കണം. ഇങ്ങോട്ട് നോക്ക്, രായ്ക്ക് രാമാനം ഞാൻ എന്റെ ആനയെ കൊണ്ടുവന്നിറക്കാം. നീ നിന്റെ ആനയെ കൊണ്ട് പോകാൻ നോക്ക്. മരുമനെ ഇനി പോകാല്ലേ? എന്തിനാ ചേട്ടനോട് ഇങ്ങനെയൊക്കെ പറയുന്നേ? താപ്പാനക്കുള്ള പരിശീലനം കൊടുക്കല്ലേ? നാട്ടുകാര് മുഴുവനും ഈ സത്യം അറിഞ്ഞാ ഉണ്ടല്ലോ, താപ്പാനയല്ല ഇവിടുന്ന് ഒരുത്തനും രക്ഷപ്പെടുമെന്ന് ഓർക്കണ്ടടാ മോനെ. ചേട്ടാ വട്ട് പിടിച്ച പോലെ ഉണ്ട് എനിക്ക്. എങ്ങോട്ട് നോക്കിയാലും അവളുടെ രൂപ എന്റെ മനസ്സിൽ. ഒരു ദിവസം എന്റെ കൂടെ ഇരിക്കെ, ഞാൻ മെരുക്കിയെടുത്തോളാം. എനിക്ക് വേണ്ടി ചേട്ടാ. പ്രേമത്തിന് മുന്നിൽ കാട്ടാനയ്ക്ക് എന്ത് വിലയാ ഉള്ളത് അല്ലേ? നീ കേറ്. ചെവിയുടെ അടിയിൽ നന്നായിട്ട് നോക്കി അമർത്ത്. എന്നിട്ട് ബാർഗേ ബാർഗേ എന്ന് പറ. എടാ ഹെൽപ്പർ ഉണ്ണി, മരുമോനെ നിന്റെ ഭക്തരെല്ലാം വന്നോണ്ടിരിക്കുക. ഇന്നിവിടെ കലാശക്കൊട്ട് നടക്കും. കൊമ്പനെ ഓടിക്കാൻ പറഞ്ഞ അവനെ കൊല്ലുന്ന പോലെ ഉണ്ടല്ലോ അത്. അതാഴ പുതിയ ഒരാള്. ശ്രീധരൻ ചേട്ടന്റെ ശിഷ്യനാ, സഹായത്തിന് വേണ്ടി വന്നതാ. നിർത്തടോ. ഇവന്റെ ഓരോ അഭ്യാസങ്ങളെ കണ്ടിട്ട് ഇവൻ കൊമ്പനെ ഒതുക്കുന്ന ലക്ഷണമാ. നീ ഇത് കേട്ടോ? കൊമ്പനെ നീ നേരിട്ട് കാണുമ്പോ ബാർഗേ ബാർഗേ എന്ന് പറയണം. പിന്നീട് കാതിന്റെ താഴെ നിന്റെ പെരുവിരൽ കൊണ്ട് നീ നല്ലവണ്ണം അമർത്തണം. അപ്പോ മാണിക്യം ധൈര്യപൂർവ്വം തന്നെ മുന്നോട്ട് പോകും. അപ്പോ ശകലം മാറിക്കഴിഞ്ഞാൽ അതിനറിയാൻ കഴിയും. നിന്റെ കാലിന്റെ ബലം കുറയുമ്പോ നിനക്ക് പേടിയുണ്ടെന്ന് അത് മനസ്സിലാക്കും. ബൊമ്മ, ആനയുടെ ശക്തി പാപ്പാന്റെ ധൈര്യത്തിലാണുള്ളത്. നിന്റെ ആന പേടിക്കുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി കാട്ടാന അലറും. മാണിക്യം ഒരടി പുറകോട്ട് നടന്നാലും കാട്ടാന കുത്തിക്കൊല്ലും. ഇനി 15 ദിവസത്തിനുള്ളിൽ പാൽ പരുവാകും. പാലായി കഴിഞ്ഞ കൊമ്പം വരും. കൊമ്പം വന്നു കഴിഞ്ഞാൽ മുലപ്പാല് വെളി വരും. നടക്ക്. എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. എന്തായാലും നീ കരുതിയിരിക്കണം. മാണിക്യത്തിനെ നന്നായിട്ട് നോക്കിക്കോണം.
എന്തൊക്കെയോ തെറ്റ് സംഭവിക്കാൻ പോകുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നീ ഒന്ന് കരുതിയിരിക്കണം. മാണിക്യത്തിന് നന്നായിട്ട് നോക്കണം. എടാ എന്താ 4 വർഷം കഴിഞ്ഞാലും ഇങ്ങനെ ഇരിക്കുള്ളൂ. ചേട്ടാ പ്രശ്നാവേ? ശവസംസ്കാരം നടക്കും. ചേട്ടന് ജീവന് കൊതിയില്ലേ? ഇവനെന്താ ഇങ്ങനെ? എടാ എന്താട്ടാ? ജീവന് കൊതിയുള്ളത് നല്ലതാണ്. ഞാൻ തോറ്റത് വിട്ടേക്ക്. ഇവനും വല്ല പെണ്ണുങ്ങളെയും കണ്ടോ? എടാ ഇവിടെ ഇത് മതിയോ? മുന്നോട്ട് പോ, മുന്നോട്ട് പോ. എടാ നിന്നോട് മാറുകയാണെന്ന് പറഞ്ഞല്ലേടാ. നല്ല മുഖം. വല്യേട്ടാ, കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നില്ലേ? ഒരു കുഴപ്പമില്ല വല്യേട്ടാ. മാണിക്കിപ്പോ പറയുന്നതെല്ലാം അനുസരിക്കുന്നുണ്ട്. അങ്ങനെയോ? എതിർക്കാൻ തുടങ്ങിയോ? കള്ളം പറയുന്ന എങ്ങനെയാന്ന് കണ്ടില്ലേ? ആ ഇരിപ്പൊക്കെ കണ്ട മഹാരാജൻ വരുന്ന പോലെ. ചേട്ടൻ എങ്ങനെയാണല്ലോ? അതെ, രാജാവിനെ പോലെ തന്നെയാണ്. സംസ്ഥാനം മുഴുവനും ചുറ്റിക്കൊണ്ടിരിക്കുക. ഉണ്ണിയെ 3 വയസ്സുള്ളപ്പോ മൂത്രം ഒഴിക്കാൻ വേണ്ടി എന്റെ കാലെ പിടിച്ച് കരയും. അമ്മാവാ അമ്മാവാ എന്നും പറഞ്ഞു. അറിയാവോ, ഞാനാണ് അവന്റെ മൂക്കും ചീറ്റി മൂത്രവും ഒഴിപ്പിച്ച. മരുമോനെ, ഞാനാ അറിയാതെ താഴേക്ക് തട്ടിയിട്ടത്. ചേട്ടൻ എന്താ ഇങ്ങനെ മാറ്റി മാറ്റി സംസാരിക്കുന്നത്? മാറ്റി പറഞ്ഞില്ല ഞാൻ നാറും. ഒന്നും മനസ്സിലാകുന്നില്ല. ജനറൽ നോളജ് നീ വീക്കാണല്ലോ. രാഷ്ട്രീയക്കാര് പദവിയെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി MLA MP മുഖ്യമന്ത്രി അവരെല്ലാം ഒന്നും മിണ്ടാതെ അണ്ടർപ്ലേ ആണ് ചെയ്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ അവൻ ഒന്നും അറിയാതെ എന്റെ ദേഹത്ത് ചെരുപ്പിട്ടെന്നാണ് നീ വിചാരിച്ചതേ? അറിഞ്ഞോണ്ട് തന്നെ ആടായിട്ടെ. ഇവൻ എന്റെ തലയിൽ ചാണകം ഒഴിച്ച് ചൂല് കൊണ്ട് അടിച്ചാ പോലും, എന്തിന് തുണിയില്ലാതെ ഈ നാട്ടിൽ തന്നെ ഓടിക്കാൻ ശ്രമിച്ചാ പോലും ഞാൻ പോവില്ല. ഇവനെ വിട്ടു പോയാലുണ്ടല്ലോ ചോറ് കിട്ടില്ലടാ. അതെ, മനുഷ്യനായ ദേഷ്യം വേണം. അത് മനുഷ്യർക്കല്ലേ? അത് ശരിയാ. നോക്ക്, എന്നെ കളിയാക്കി ഓടിക്കാൻ ശ്രമിക്കല്ലേ? പോകില്ലടാ. എന്തടി ഞാൻ മേടിച്ചിട്ടുണ്ടെന്ന് അറിയാവോ നിനക്ക്? പോകില്ല. കൊടുക്കും മോളെ. മാണിക്കം. നമസ്കാരം മോനെ. നമസ്കാരം. നമസ്കാരം ഉണ്ടേ. വരൂ വരൂ. അന്ന് നിങ്ങൾ മരുമകന് കൊടുക്കുന്ന പരിശീലനം കണ്ട് ഞങ്ങളും പേടിച്ചു പോയി. അവനെവിടെ പരിശീലിക്കാൻ? പെണ്ണിനെ കടത്തിക്കൊണ്ടു പോകാനല്ലേ പരിശീലിക്കുന്നത്? മനസ്സിൽ കൊണ്ടുപോകണ മകളെയാ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. പാവൻ തന്ത. എന്തിനാ ഓരോന്നും സംസാരിച്ച് വെറുതെ സമയം കളയുന്നേ? തൂത്ത് തുടയ്ക്കുന്ന പെണ്ണ് മിക്കവാറും പെർമനന്റ് ആയിട്ട് തൂക്കേണ്ടി വരും. നമസ്കാരം ചേട്ടാ. നമസ്കാരം അനിയ. കഴിഞ്ഞ വർഷം ഈ സമയം ജനങ്ങളെല്ലാരും ഉറങ്ങാതെ ഇരുന്ന് മേളവാദ്യങ്ങൾ മുഴക്കി നേരം വെളുക്കും വരെ കാവൽ നിന്നു. പക്ഷെ നിങ്ങൾ ഒരൊറ്റ ആള് ഉറങ്ങാതെ ഇരുന്ന് ഈ ജനങ്ങളെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിന് പകരമായി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല ഏട്ടാ. സത്യം പറഞ്ഞ കയ്യും കാലും വെട്ടി ഈ നാട്ടുകാര് കളിക്കുന്നത് കാണാം. ചേട്ടൻ ഉറങ്ങാതെ ഇരുന്നിട്ട് കണ്ണും മുഖം വല്ലാതെ ഇരിക്കുന്നല്ലോ. ഗോതമ്പും പഞ്ഞപ്പുല്ലും പയറും കൂടെ പൊടിച്ച് കുറച്ച് കാച്ചി കൊണ്ടുവരട്ടെ? കുറുക്ക് കുറുക്ക്. എന്റെ വായിൽ എന്തെങ്കിലും അറിയാതെ വീഴും മോനെ. ചോദിച്ചോളൂ, എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. ചേട്ടനല്ലേ ഈ നാടിനെ കാത്തു രക്ഷിക്കുന്നത്. നിങ്ങളൊക്കെ നന്നായി വരും. അതിനല്ലേ ചേട്ടൻ ഇവിടെ ഉള്ളത്. ഞങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. ബാക്കി നമുക്ക് നാളെ സംസാരിക്കാം. ചേട്ടന് കഴിക്കാൻ അധികം സംസാരിക്കേണ്ടെന്നാ ചേട്ടൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇങ്ങനെ വളവളാന്ന് സംസാരിച്ച നമ്മുടെ നാട്ടിലെ പിള്ളേരെല്ലാം ചേട്ടന്റെ അടുത്ത് പരിശീലനം കൊടുക്കുക നല്ലത്. വാടാ വരട്ടെ. നീ ഇത് കണ്ടില്ലടാ, കൊമ്പനെ ഇടിച്ചു കൊല്ലാൻ വേണ്ടി എന്തെല്ലാം പരിശീലനങ്ങളാ കാണിക്കുന്നെന്ന്. ഈ ഒരു ചങ്കൂറ്റം നമുക്കില്ലാത്തത് കൊണ്ട് തന്നെയാ നമുക്ക് ഇന്നും ഈ ചായ കൊടുക്കേണ്ട ഗതികേട് വന്നിരിക്കുന്നത്. നമുക്കും വേണോടാ ഇത്, നമുക്കും വേണോടാ ഈ ചങ്കൂറ്റം. ഈശ്വര,
എന്റെ മരുമോന്റെ തലയിൽ കുടുക്കിയ പെണ്ണിനെ ആന ചവിട്ടി കൊന്നാ മതിയായിരുന്നു. എടാ ഹെൽപ്പർ ഉണ്ണി, മരുമോന്റെ തലയ്ക്ക് വട്ടായോടാ. അപ്പൊ ഭ്രാന്താശുപത്രി കൊണ്ടുവന്നാണ് പറയുന്നത്. ഉണ്ണി ആ ചേട്ടാ, അയക്ക് എന്താ വേണ്ടേ? ഒന്നുമില്ല ചേട്ടാ. നീ ഒരു കാര്യം ചെയ്, എവിടെയെങ്കിലും പോയി ഒരു എരുമയെ പിടിച്ചോണ്ട് വാ. പോ. ശരി ചേട്ടാ, ഞാൻ പിടിച്ചോണ്ട് വരാം. എരുമയെ മേയ്ക്കാൻ വിടുവോ ഇനി? ആനയെ നോക്കാനല്ലേ എഗ്രിമെന്റ്, എരുമയെ നോക്കാൻ എഗ്രിമെന്റ്. നിർത്തടാ. എരുമയാണോ ഇത്? കാട്ടാന. ഇതാണോ കാട്ടാന? അതെ, കൊമ്പന്റെ ഡൂപ്പ്. മരുമോനാ പറഞ്ഞത്. ഇത് കൊണ്ടുപോയി മാണിക്യത്തിന്റെ മുമ്പിൽ നിർത്തുകയാണെങ്കിൽ മാണിക്യത്തിന്റെ പുറത്ത് മരുമോൻ ഇരുന്ന് ഇതിന്റെ മേലെ ഇടിപ്പിച്ചിടിപ്പിച്ച് പരിശീലിച്ച് മാണിക്യത്തെ താപ്പാനയാക്കി മാറ്റൂടാ. മാണിക്യത്തെ പേടിച്ച് ഇത് കാട്ടിലേക്ക് ഓടിക്കളയുമെന്ന്. അതേട്ടാ, ആനയെ കണ്ട എരുമ പേടിച്ച് ഓടാതിരിക്കോ? മരുമോനെ, ഉണ്ണിക്ക് എന്തോ പറയണമെന്ന് നിന്നോട്. എന്തോടാ പറയടാ ഉണ്ണി. കൊമ്പനെ കൊണ്ടുവന്നിട്ടുണ്ടേട്ടാ. എരുമേ നെയ്യും എല്ലാം ഒന്നു തന്നെ. വേഗം വാ, വേഗം വാ. രണ്ടിനും വിവരമില്ലല്ലോ, അതാ ഇങ്ങനൊക്കെ പറയുന്നേ. ആ മരത്തിൽ കെട്ടിക്കോ. ഇത് കെട്ടിയേക്കാം. മാണിക്കം പോടാ. ബാർഗെ പോ പോ, വേഗം പോടാ. ബാർഗെ പോടാ പോടാ പോടാ. പോ ബാർഗെ, ബാർഗെ പോ പോ. കുത്ത് കുത്ത് ബാർഗെ, കുത്ത് കുത്ത് ബാർഗെ. പോ പോ ബാർഗെ. എരുമ ജയിച്ചു. നമ്മള് നാട്ടിലേക്ക് പോകുന്നടാ ഉണ്ണി. എടാ ഭാഗ്യം കെട്ട ശ്രീധര, നിന്റെ ജീവിതം ഈ കൊടുങ്കാട്ടി തീരും. അടുത്തത് എന്തോ ആവോ. കുത്തടാ ബാർഗെ, ബാർഗെ ബാർഗെ. മുമ്പോട്ട് പോടാ. മാണിക്കം പോടാ, മുമ്പോട്ട് പോടാ. ചേട്ടാ, ഒരു ചെറിയ സംശയം. എന്താ? എന്തിനാ ചേട്ടൻ ഇങ്ങനെ ഇരിക്കുന്നേ? അത് വേറൊന്നും അല്ല ഉണ്ണി, കമ്പിളി പൊതച്ച് കുനിഞ്ഞു നിന്നാ ഞാൻ ആനയെ പോലെ തന്നെ ഇരിക്കുമെന്ന്. ഓഹോ, അപ്പൊ കുറച്ചുകൂടെ കുനിഞ്ഞാലോ? അണ്ടർ കീറും. നാട്ടുകാർ വല്ലതും വരുന്നുണ്ടെന്ന് പോയി നോക്കണം. അണ്ടർ ഉണ്ടായിട്ടുണ്ട്. അയ്യോ, കല്യാണം, കച്ചേരി, ഉത്സവം, കുംഭാഭിഷേകത്തിനൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആനയെ പെട്ടെന്ന് താപ്പാനയാക്കാൻ നോക്കി എങ്ങനെ മാറും? അത് താപ്പാനയാകുമ്പോഴേക്കും എന്റെ കട്ടയും പടവും അടങ്ങും. കുത്ത് കുത്ത് ബാർഗെ. മുന്നോട്ട് പോടാ. നീ അടിപടിക്കുന്നത്. മുന്നോട്ട് പോടാ ബാർഗെ, ബാർഗെ. അത് മാറില്ലടാ. ബാർഗെ മാണിക്കം മുന്നോട്ട് പോടാ. ബാർഗെ കുത്തടാ. മുന്നോട്ട് പോടാ ബാർഗെ, ബാർഗെ മാണിക്കം. അയ്യോ, പ്രേമം തോന്നുമ്പോ കുളിരുണ്ടാകുന്ന കേട്ടിട്ടുണ്ട്. ഇങ്ങനെ കുനിഞ്ഞിരുന്ന് കമ്പിളി പതച്ച പ്രേമം ആദ്യമായിട്ട് കാണുക. ആരെയും കാണുന്നില്ലല്ലോ. അയ്യോ, വേലിയെ കിടന്ന പാമ്പിനെ എടുത്ത് ആവശ്യമില്ലാത്തടത്ത് വെച്ച അവസ്ഥയില. ഒന്ന് നീ പറഞ്ഞ ശ്വാസം വിടാൻ പോലും പറ്റുന്നില്ലടാ ഉണ്ണി. ചിരിക്കുന്നല്ലേ? ഒന്ന് കുനിഞ്ഞു നോക്കടാ, വിവരം അറിയും. എന്റെ പട്ടി വരും കുനിഞ്ഞു നിൽക്കാൻ. മുന്നോട്ട് പോടാ മാണിക്കം, മുന്നോട്ട് പോടാ. അത് മുന്നോട്ട് വരില്ലെന്ന് പറഞ്ഞില്ലേ, വിട്ടേക്കേ. മിണ്ടാ പ്രാണികളെ എന്തിനാടാ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? പകല് മുഴുവനും കുനിച്ചു നിർത്തും, രാത്രിയിലാണെങ്കിൽ മേലെ കയറ്റും. ഈ പ്രേമം എന്ന വാക്ക് കണ്ടുപിടിച്ചവനെങ്ങാനും എന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ, അവനെ ഞാൻ ആനയെ കൊണ്ട് ചവിട്ടിപ്പിച്ചു കൊന്നേനെ. ശരി, എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങാൻ ശ്രമിച്ചു നോക്കാം. ചേട്ടാ, ചേട്ടാ, ഒരു ചെറിയ സംശയം. ഈ അർദ്ധരാത്രിയിൽ ഇവനെന്തോ സംശയം? എന്താടാ? പ്രേമിക്കുന്നത് തെറ്റാണോ? എടാ വിവരം കേട്ടവനെ, നിന്നെ ഞാൻ നീ എന്നെ കുറിച്ച് എന്താണ് വിചാരിച്ചിരിക്കുന്നത്? നിന്നെ വെറുതെ വിടുകയാണ്. ഞാൻ ഇറങ്ങി വരട്ടെ ആനപ്പത്തുനിന്ന്. ഒരുത്തന്റെ പ്രേമം കാരണമാണ് എനിക്ക് ഈ ഗതി വന്നിരിക്കുന്നത്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാവുന്ന നോക്കുമ്പോ നീ എന്താടാ വിചാരിച്ചേ? മുടിഞ്ഞ ഒരു പ്രേമം. അയ്യോ, എന്നെ കൊല്ലാൻ പോകുന്നവരെ. അയ്യോ, എന്നെ ഒന്നും ചെയ്യരുത്. എന്നോട് ക്ഷമിക്കണേ ചേട്ടാ. ക്ഷമിക്കാനോ? നാട് മുഴുവൻ ദൈവമായിട്ടാ കണ്ടത്. അയ്യോ, വേണ്ട വേണ്ട വേണ്ട. അയ്യോ,
വല്ലവനും പ്രേമിച്ചാലും എന്റെ തലയാണല്ലോ എടുക്കുന്നത് ദൈവമേ. ഇതെന്താ ഇവിടെ എല്ലാം നനഞ്ഞിരിക്കുന്നേ? അത് സംഭവിക്കുന്നതാണല്ലോ. 2-ന് പോകുന്നതിന് മുമ്പ് ഇവിടുന്ന് താഴേക്ക് ഇറങ്ങാം. ലോകത്ത് ഒരുപാട് അമ്മാവന്മാരുണ്ട്, പക്ഷെ ഇതുപോലൊരു അമ്മാവനെ ജീവിതത്തിൽ എവിടെയും കാണത്തില്ല. ദൈവമേ, കാല് തെറ്റി നടുപൊടിഞ്ഞ് ഇവിടെ കിടന്ന് ചാവുമല്ലോ. ഒരു തെണ്ടിയില്ല ഇവിടെ ഒന്ന് നോക്കാൻ. മരുമാനെ, മരുമാനെ, ഉണ്ണിയേ, ഇവനൊക്കെ എവിടെ പോയതാണെന്ന് ആർക്കറിയാം. വെളുപ്പങ്കാലം കണ്ട സ്വപ്നം ഫലിക്കുമോ? അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ, ഒന്നും ചെയ്യല്ലേ. എല്ലാത്തിനും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. പന്നിക്ക് വേണ്ടി ചേട്ടൻ ക്ഷമ ചോദിക്കുന്നു. എന്താ ചേട്ടാ ഇത്? 3 ഏക്കർ കടല അത് നശിപ്പിച്ചിരിക്കുന്നത്, എന്നിട്ട് ക്ഷമിക്കാൻ പറയുന്നു. പന്നി ഒരു ജീവനല്ലേ ചേട്ടാ? ഒരു പന്നിയെ ഓർത്താണ് വിഷമിക്കുന്നേ. പന്നിയാണെങ്കിലും പഴുതാരാണെങ്കിലും ഞങ്ങൾ വെറുതെ വിടില്ല. ആ പന്നിയെ ജീവനോടെ വിടാൻ പാടില്ല. വാടാ, വേഗം വാടാ. പഴുതാരയായാലും വെട്ടുവന്നോ, ചാകാൻ ഞാൻ തയ്യാറായിട്ട് തന്നെയാടാ ഇരിക്കുന്നേ. തീയതി ഒന്ന് അറിയിച്ചാ മതിയടാ. അനിയ ടക്കെന്ന് നോക്കിയൊരു തീയതി പറയാലോ. അല്ല ഇതെന്താ ഈ വഴിക്കൊക്കെ? ആനയ്ക്ക് മരുന്ന് മേടിച്ചോണ്ട് പോവാ. എന്തു പറ്റി? നാട് മാറിയപ്പോ മനുഷ്യന് ജലദോഷം, ആനയ്ക്ക് വയറ്റിളക്കാം. അത്രേ ഉള്ളോ? ഒരു കാര്യം ചെയ്യേ, വന്നു വല്ല കട്ടൻ കാപ്പി കുടിച്ചിട്ട് പോ. കട്ടനൊന്നും വേണ്ടതേ, വെള്ളം കൊണ്ടേച്ചിട്ട് തന്നേര്, കുടിച്ചിട്ട് പോയേക്കാം. ഇരിക്കുന്ന അല്ലേ, കുറച്ച് വെള്ളം എടുത്തോ. നമസ്കാരം. നേരത്തും കാലത്തും ഒക്കെ വല്ലതും കിട്ടുന്നുണ്ടോ? അതിനൊന്നും ഒരു കുറവില്ല. നമസ്കാരം. നമസ്കാരം. കൊമ്പനെ വരട്ടാൻ വന്നത് നിങ്ങൾ തന്നെയാണോ? അതെ അതെ. അല്ല, ഇവരൊക്കെ ആരാ? കണ്ടിട്ടില്ല. ഇത് തമ്പിരാജ്, നമസ്കാരം. കൊഴുക്കുമല മൂപ്പൻ. ഇത് മായപ്പൻ, സെന്നുമല മൂപ്പൻ. മാണിക്കത്തിന് എന്താ പറ്റിയ? ഒന്നുമില്ല, സുഖായിരിക്കുന്നു. മരുമോനെ, മരുമോനെ, വെള്ളം നടത്താറുണ്ട് എല്ലാരും കൂടി. ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഞങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന അതാ ഇവിടത്തെ ഒരു രീതി. ചുരുക്കി പറഞ്ഞ ഈ ആദികാട്, കുഴുക്കുമല, സെന്നിമല, ഇത് 3 കൂട്ടുഗ്രാമങ്ങളാ. കൂട്ടുഗ്രാമം എന്ന് വെച്ചാ എന്താ? കൂട്ടുഗ്രാമം എന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കും സ്വന്തമായിട്ട് സ്ഥലമില്ല. എല്ലാരും കൂടെ ഒന്നിച്ചു നിന്ന് കൃഷി ചെയ്യുന്നു. കിട്ടുന്ന വരുമാനം ഞങ്ങൾ എല്ലാവരും മൂപ്പരുടെ കയ്യിലും കൊടുക്കും. കല്യാണ ആവശ്യം എന്തെങ്കിലും വന്നാ ഞങ്ങൾ ചോദിച്ചു വാങ്ങും. ചുരുക്കം പറഞ്ഞ ഈ 3 ഗ്രാമത്തിലുള്ള ആരും പുറത്തു പോയി കടം വാങ്ങത്തുമില്ല, കല്യാണം ഒന്നും കഴിക്കത്തുമില്ല. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പെണ്ണിനെ പുറത്തേക്കും കൊടുക്കില്ല, പുറത്തുനിന്നുള്ള പയ്യനെ ഇവിടേക്കും എടുക്കില്ല, അങ്ങനല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇതുവരെ ഈ നാടിനെ കുറിച്ച് മനസ്സിലായില്ലേ? ഭരതന്മാർക്കൊന്നും ഈ നാടിന്റെ സംസ്കാരത്തെ കുറിച്ച് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റുകയല്ല, അത് പഠിച്ചെടുക്കാനും പറ്റില്ല. അതെ, ഇത് 1-2 വർഷത്തെ കാര്യമല്ല, 10-200 വർഷത്തെ പാരമ്പര്യമാ. ഇത് പല തലമുറകളായി, അറിയുവോ? ഞങ്ങളുടെ മുതുമുത്തച്ഛന്മാരുടെ കാലം മുതല് വീട്ടിലുള്ള സ്ത്രീകൾ സാരി പോലും ഉടുക്കാൻ പാടില്ല എന്നാ. പുതിയതായിട്ട് വരുന്ന ആർക്കും ഞങ്ങളെ മാറ്റാനും കഴിയില്ല, ഞങ്ങള് മാറുകയില്ല. അല്ല, വന്ന വഴിയിൽ നിങ്ങളൊന്നും കണ്ടില്ലല്ലോ. രാഷ്ട്രീയക്കാരുടെ പോസ്റ്ററോ കൊടിയോ ഒന്നും കണ്ടില്ലല്ലോ. ഞങ്ങൾ ഇവന്മാരുടെ അടുത്തൊന്നും കൈ നീട്ടാനും പോകത്തുമില്ല. അതെ, കാശിനോടൊന്നും ഞങ്ങൾക്ക് വലിയ ആഗ്രഹമില്ല. ഈ കാടും ഇവിടുത്തെ ആചാരങ്ങളുമാ ഞങ്ങളുടെ സ്വത്ത്. അല്ല, ഈ മോന്റെ കല്യാണം കഴിഞ്ഞോ? ഇതുവരെ ഒന്നും ആയിട്ടില്ല. കല്യാണം എന്തെങ്കിലും ഉണ്ടെ പറഞ്ഞോ. നിങ്ങൾ ചെയ്യുന്ന ഉപകാരത്തിന് ഞങ്ങൾ എല്ലാവരും കൂടി ആ കല്യാണം നല്ല രീതിയിൽ അങ്ങ് നടത്തിത്തരാം. ഇവൻ ചെയ്തു വെച്ചേക്കുന്ന ഇവർ അറിഞ്ഞു കഴിഞ്ഞാൽ കയ്യും കാലും വെട്ടുമെന്ന് എനിക്കറിയാം. അതിനു മുമ്പ് നമുക്ക് പോവാല്ലേ മോനെ? എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. നല്ലവണ്ണം നോക്കണം കേട്ടോ. എന്താണോ ഇനി ദിവസം പറ. കൊയ്ത്ത് കഴിഞ്ഞുള്ള 2ാമത്തെ ദിവസം നല്ല ദിവസമാ. അന്ന് നമുക്ക് അല്ലിയുടെ കല്യാണം നടത്താം. എന്താ മരുമനെ നോക്കുന്നേ? 200 വർഷത്തെ പാരമ്പര്യം, അവരതൊന്നും മാറ്റില്ല. ഈ നാട്ടിൽ നിന്ന് മാത്രം അടിമേടിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. 3 ഗ്രാമത്തിലെ ആൾക്കാരാ അവിടെ ഇരിക്കുന്നത്, നീ കണ്ടില്ലേ? ശരി മരുമോനെ, ആ അല്ലി നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞെന്ന് വെച്ചോ, നിന്റെ കൂടെ വരാനും തയ്യാറാണ്. എന്നാ അവളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകുമ്പോ നാട്ടുകാർ ഓടിക്കുമല്ലോ. എന്റെ ശക്തിക്ക് ഞാൻ 2ാമത്തെ ഗ്രാമത്തിൽ തന്നെ വീഴും. നീ എങ്ങനെയൊക്കെ ഓടിയാലും 3ാമത്തെ ഗ്രാമത്തിൽ നിന്നെ കോഴി അമക്കുന്ന പോലെ അവരമക്കും. അപ്പൊ ഞാനോ? നീ ഇവിടെ തന്നെ ചാകൂടാ, മിണ്ടായിടാ. മരുമോനെ, അല്ലിക്ക് വേണ്ടിയല്ലേ ഇവിടെ ഇരുന്നത്? ആ പെണ്ണിനെ നിനക്ക് കിട്ടില്ലെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇവിടെ എന്ത് ബന്ധമുള്ളേ? വാ നമുക്ക് പോകാം. എന്താടാ മാണിക്ക നിനക്ക് പറ്റിയ? അല്ലേ, നിന്നെ ഞാൻ കല്യാണം കഴിച്ചോട്ടെ?
നീ എന്തിനാ എടുത്ത് ചാടിയേ? അല്ലി പറയുന്ന കേക്ക് മോളെ, അച്ഛനോട് പോയി പറയരുത്. അയ്യോ ചാക്കേട്ട് അവിടെ വെച്ചു. ചേട്ടാ ആ. ദേ ഇവള് രാവിലെ കിടന്ന കിടപ്പാ, വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല, ആഹാരം കഴിക്കുന്നില്ല, എന്താണെന്ന് ചോദിച്ചേ. അവക്ക് എന്നാ അല്ലേ അല്ലേ എന്നെ പറ്റി മോളെ? എന്താ ക്ഷീണം? ശരീരത്തിന് സുഖമില്ലേ? ഇല്ല ചാ. എന്താ ഒന്നും തിന്നാത്തെ? വിശക്കുന്നില്ല ചാ. ആ കിടന്നോ കിടന്നോ. രാവിലെ മുതൽ അവളിങ്ങനെ മടിച്ചു നടക്കുവാ, ഒരു പണിയും ചെയ്യുന്നില്ല, ആരോടും മിണ്ടൊന്നുമില്ല. എന്താണെന്ന് ചോദിച്ചാ മൂത്തവർക്കൊരു മര്യാദയില്ലല്ലോ ഇന്നത്തെ കാലത്ത്. എടാ ഈ വീട്ടില് 2 ആണുങ്ങളാ ഉള്ളത്, എന്താണെന്നൊന്നും അന്വേഷിക്കാതെ വെറുതെ നടക്കുവാ. ചിലക്കാതിരുന്നുകൂടെ? അതെ അതെ, എന്നോട് മാത്രം പറഞ്ഞാ മതിയല്ലോ, അവളോടൊന്നും ചോദിക്കരുത്. ഇതിന്റെ ഒടുക്ക എന്താണാവോ? മുമ്പൊക്കെ എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും നിക്കർ ഇട്ടുകൊണ്ടേ ഞാൻ പുറത്തു പോകാറുള്ളൂ. എന്നാൽ ഇവിടുത്തെ ഈ പോക്ക് കണ്ടിട്ട് നിക്കറില്ലാതെ പോകേണ്ടി വരും. മരുമോനെ, ഇവരെല്ലാം കാട്ടുവാസികളാ, നമ്മള് നാടോടികളും. അവർക്ക് 200 വർഷത്തെ പാരമ്പര്യമുണ്ട്, നമുക്ക് എന്താടാ ഉള്ളത്? അതോ ഇതെല്ലാം വിട്ടിട്ട് നീ ഞാറ് നടാൻ പോകുന്നോടാ? അങ്ങനെ ഒരു ഐഡിയ ഉണ്ടേ പറ, ഞാനും അതിന് തയ്യാറാ. അവന്ന് നിർത്താവോ? ചൊറിഞ്ഞു കേറുന്ന എനിക്ക്. ചൊറിയാതിരിക്കുന്നത് എങ്ങനാ? നമ്മൾ വിചാരിക്കുന്ന കിട്ടിയില്ലേ ചൊറിഞ്ഞോണ്ടേ ഇരിക്കും. മുന്നോട്ടും പിന്നോട്ടും നോക്കാതെ നീ ആ പെണ്ണിനോട് കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചില്ലേടാ? എന്നിട്ട് അവൾ ഇതുവരെ മറുപടി പറഞ്ഞോടാ? പറഞ്ഞില്ലേ? എന്താ അർത്ഥം? സ്ഥലം കാലിയാക്കിക്കോളാനാ. നാളെ രാവിലെ തന്നെ നമുക്ക് പോകാൻ വരുമാനെ. ഇയാൾക്ക് വേണമെങ്കിൽ ഇയാൾ അങ്ങ് പൊക്കോ, ചുമ്മാ മനുഷ്യനെ പ്രാന്ത് പിടിപ്പിക്കാനായിട്ട്. ഇയാള് പോയിക്കോളാനാ? പോകാൻ വഴി അറിഞ്ഞിരുന്നെങ്കിൽ എന്നേ പോയേനെ ഞാന്. എടാ ഉണ്ണിയേ, അല്ല ഈ പ്രേമിക്കുന്ന കിറുക്കന്മാർക്ക് മറ്റുള്ളവരെ കണ്ടാലും കിറുക്കനാന്ന് തോന്നുവോ? അല്ല, ഈ വയസ്സായവർക്ക് പ്രേമെന്ന് പറയുന്നത് ഇഷ്ടല്ലേ? നീയൊക്കെ വലിയ മന്മഥനാണെന്നാണോ വിചാരിക്കുന്നേ? അല്ല, പ്രേമിക്കുന്ന പെണ്ണുങ്ങളെല്ലാരും എനിക്കൊരു സാരി മേടിച്ചു തരാൻ പറഞ്ഞാൽ നീ എന്ത് ചെയ്യൂടാ? എന്റെ ചേട്ടാ, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന പെണ്ണുങ്ങൾ ഒന്നും ചോദിക്കില്ല, ചുമ്മാ അഭിനയിക്കുന്നവരില്ലേ അവരാ പേഴ്സ് കാലിയാക്കുന്നേ. അതുകൊണ്ടാണ് ഞാൻ പേഴ്സ് ഉപയോഗിക്കാത്തെ, വെറും കുടുക്ക മാത്രം ഉപയോഗിക്കുന്നേ. പേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ അതിനകത്ത് വെക്കാൻ നിന്റെ കയ്യിൽ എന്തെങ്കിലും വേണ്ടേടാ? എന്തിനാണ് ഓടി വരുന്നേ? ചേട്ടനെ പെണ്ണിന്റെ വീട്ടിലേക്ക് പോയിരിക്കുക, വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അടിക്കാൻ വന്നെ. അവരുടെ വീട്ടിലേക്ക് പോയതാ. ആ പെണ്ണ് മറുപടി പറഞ്ഞില്ലെന്ന് പറഞ്ഞ് അവൻ അവിടെ ചോദിക്കാൻ വേണ്ടി പോയിരിക്കാണോ? നീ എന്തിനാണ് വിട്ടത്? നിന്റെയൊക്കെ തല്ലിക്കൊല്ലുവാ വേണ്ടത്. അവനെ ഞാൻ എടാ കണ്ണാ, 10 ദിവസത്തിനകം കൊയ്ത്തുത്സവം ഉണ്ടാവുമെന്ന് ലോകനാഥനോട് പറ. ആയിക്കോട്ടെ. എങ്കിലേ നാറസരക്കാരെ അയാൾ വിവരം അറിയിക്കുള്ളൂ. പറമോനെ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? അല്ല, അത് മടിക്കാതെ പറഞ്ഞു. എന്താ അത്? പിന്നെ എടാ പോട്ടാ പോട്ടാ. അറിയാതെ നിന്നോടല്ലേ ഇതിലെ കൂടെ വരരുതെന്ന് പറഞ്ഞിട്ടുള്ളത്? വിവരമില്ലേ? ഇതെന്താന്ന് അറിഞ്ഞുകൂടെ നിനക്ക്? എന്നോട് ക്ഷമിക്കണേ. എടാ എന്തിനാണ് അങ്ങനെ ചെയ്തേ? അറിയാതെ ഞാൻ ഈ നാട്ടിൽ ജീവിച്ചിട്ട് നിനക്ക് അറിഞ്ഞുകൂടെ? ശരി വിട്ടേക്ക്. ഇടാ വിടറാ. ഇതൊന്നും പറഞ്ഞു കൊടുത്തില്ല. പറഞ്ഞല്ലോ, പിന്നെന്താ? വാ. എന്താ ഇത്? അങ്ങുന്നേ എല്ലാം അറിയാവുന്ന ആളെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. ശരി അങ്ങുന്നേ. മായനും കാടനും എവിടെയാ? കാവലിന് പോയേക്കോ. ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തവനെ ഒന്നും ഈ ജോലിക്ക് വെക്കരുത്. നാടത്തെ കാര്യം നോക്കിയാൽ മതി എന്ന് പറ. ശരി ചേട്ടാ. ഏയ്, നീ താഴത്തെ വയലിൽ ചെന്നിട്ട് മായനെ ഇങ്ങോട്ടേക്ക്. എന്താ വിഷയം പറയുമോനെ? എന്താ ആ കല്ലിൽ തട്ടിയപ്പോഴേക്കും ഇത്ര ദേഷ്യപ്പെടുന്നേ? കല്ലോ? ഇത് വെറും കല്ലല്ല മോനെ. ഞങ്ങളുടെ മുതുമുത്തച്ഛന്മാർ കുഴിച്ചിട്ട കല്ലുവാതിലാ. ഇവിടെ നിന്നാണ് ആദികാടിന്റെ തുടക്കം തന്നെ. ഈ മരം കണ്ടില്ലേ? ഈ മരത്തിന് 200 വർഷത്തെ പഴക്കമുണ്ട്. ഈ മരത്തിന്റെ തണലിലായിരുന്നു ഞങ്ങളുടെ പൂർവികരെല്ലാവരും വിശ്രമിച്ചിരുന്നത്. ഇടിവെട്ടേറ്റ ഈ മരം മണ്ണോട് മണ്ണായെങ്കിലും അവരുടെ ആത്മാവും ശ്വാസവും ഇപ്പോഴും ഇവിടെ ഉണ്ടെന്നാ ഞങ്ങളുടെ വിശ്വാസം. ഇതെല്ലാം ഇട്ടെറിഞ്ഞ് ഞങ്ങൾ എവിടെ പോകും മോനെ? ഈ തീ കണ്ടില്ലേ? ഇത് ഞങ്ങളുടെ പൂർവികർ കൊളുത്തിയ തീയാ.
പാരമ്പര്യമായിട്ട് ഈ തീ ഒരിക്കലും അണയാതെ ഞങ്ങൾ കാത്തു സൂക്ഷിക്കുക. എത്രയോ മഴയും കാറ്റും കണ്ടിരിക്കുന്നു. ഇത് വെറും നെരിപ്പോടല്ല മോനെ. ഞങ്ങളുടെ കുലത്തിന്റെ എല്ലാ സംസ്കാരവും ഇതിൽ നിന്നും മനസ്സിലാക്കാം. മോനെ, കാടിന് വെളി വേണേ സംസ്കാരം മാറാം, പക്ഷേ ഇവിടെ മാറില്ല, മാറ്റാനും പറ്റില്ല. അങ്ങനെ ആരെങ്കിലും മാറ്റണമെന്ന് വിചാരിച്ചാൽ അത് ഞങ്ങളുടെ കുലത്തിനോട് ചെയ്യുന്ന ദ്രോഹമാ. അങ്ങനെ ചെയ്യുന്ന ഒരു കുലദ്രോഹി ഈ കുലത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല. മരുമോനെ, എന്താടാ ഇത്? അയ്യോ, എഴുന്നേക്ക്. നോക്കി വന്നുകൂടെടാ? ചതവൊന്നും ഇല്ലല്ലോ അല്ലേ? വിട്ടേക്കമ്മാവ. മരുമോനെ, നമ്മൾ ദ്രോഹമാണ് ചെയ്യുന്നത്. പറഞ്ഞത് കേട്ടില്ലേ? ഈ നാട്ടിൽ അന്യോന്യം ആരും ദ്രോഹിക്കാറില്ലെന്ന്. നമ്മൾ ചതിക്കവരെ. പെട്ടെന്നെങ്ങാനും കൊമ്പനിറങ്ങിയ തെറ്റല്ലേ നമ്മൾ ചെയ്യുന്നത്? കൊച്ചു കുട്ടികളും കുടുംബം ഒത്തിരി ഉണ്ട് ഇവിടെ. നിങ്ങൾ വലിയേട്ടന് ഫോൺ ചെയ്ത് വേഗം വരാൻ പറ. നമുക്ക് ആനയും കൊണ്ട് ഉടനെ തിരിച്ചു പോകണം. എടാ, വാക്ക് ഹൃദയത്തിൽ നല്ലല്ലോ. ഇവിടുന്നാണല്ലോ വരുന്നത്. അപ്പൊ നീ ആശിച്ചതെല്ലാം ചെറുപ്പം മുതൽ ഞാൻ എന്തൊക്കെ ആശിച്ചിരിക്കുന്നു, അതൊന്നും എനിക്ക് കിട്ടിയില്ലല്ലോ. ആ കൂട്ടത്തിൽ ഇതും കൂടി ഇരിക്കട്ടെ അമ്മാവ. എടാ, അപ്പോ നീ ഇങ്ങനൊന്നും കരഞ്ഞിട്ടില്ലല്ലോ അമ്മ. നിന്റെ കണ്ണ് നിറഞ്ഞ് ഈ അമ്മാവൻ ഇന്നാടാ കാണുന്നത്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അമ്മാവ. എടാ, ഇപ്പൊ എന്താ? ആ പെണ്ണിനെ നീ കല്യാണം കഴിച്ചോട്ടെ നീ വെച്ചപ്പോ അവർക്ക് പറ്റില്ലെന്ന് പറഞ്ഞോടാ. അവള് മിണ്ടാതല്ലേ പോയത്? എങ്കിൽ അതിന്റെ അർത്ഥം മൗനം സമ്മതം എന്നാടാ ബൊമ്മ. നിന്നോടുള്ള ഇഷ്ടം അവളുടെ മനസ്സിലുണ്ടെന്ന് തന്നെ അർത്ഥം. എടാ മരുമോനെ, അവളുടെ അച്ഛൻ അങ്ങനെയെല്ലാം പറഞ്ഞു കേട്ടപ്പോ നമ്മൾ ദ്രോഹിക്കുന്നത് ശരിയാണോ അമ്മാവെന്ന് നീ ചോദിച്ചില്ലേ? 200 വർഷത്തെ പാരമ്പര്യം, അത് നീ കേട്ടില്ലായിരുന്നോ? ആറ്റുനോറ്റ് വളർത്തിയ പെണ്ണാടാ. അതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് നിന്നോട് ഇഷ്ടമാണെന്ന് പറയില്ലടാ. നീ ഒരാണല്ലേ, പെട്ടെന്ന് പറയൂടാ. ഒരു പെണ്ണ് ഉടനെ പറയില്ല ബൊമ്മ. അങ്ങനെ പറഞ്ഞ അത് സ്നേഹമല്ലായിരിക്കൂടാ. മരുമോനെ, അവള് പറയും. നിന്നോട് ഇഷ്ടമാണെന്ന് പറയൂടാ. അതുവരെ ഈ നാട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാകും. നിങ്ങൾ എവിടെയാ? ആനപ്പാപ്പാനെ, നാട്ടി കൊമ്പൻ ഇറങ്ങി. താപ്പാനെ കൊണ്ടുപോയോ? വേഗം വേഗം വായോ ചേട്ടാ, വേഗം വാ. കൊമ്പൻ ഇറങ്ങി ചേട്ടാ. അയ്യോ, ഓടി പറഞ്ഞേ, വേഗം വായോ. ഒക്കോ വരാം. മരുമോനെ, എവിടേക്കാ? നിക്കടാ ബൊമ്മ, നിക്കാൻ. എടാ, എവിടെ പോടാ? എടാ പറയുന്നത് കേക്കടാ. വേണ്ട മരുമോനെ, വേണ്ട, നിക്ക്, ഞാൻ വരട്ടെ. നീ എന്താ കാണിക്കുന്നത്? ഞാൻ പറയുന്നത് കേക്കടാ ബൊമ്മ. ഈ മാണിക്യത്തിന് എന്തറിയാം? നീ എന്താ ഈ ചെയ്യുന്നത്? അങ്ങനെ ചെയ്യരുത് ബൊമ്മ, ഞാൻ പറയുന്നത് കേക്ക്. എടാ, അവനെ വിട്ടേക്കാൻ. മരുമോനെ, മരുമോനെ, ഈ നാട് നമ്മളെ വിശ്വസിച്ചാ നിൽക്കുന്നേ. കൊമ്പനിറങ്ങിയെന്നാ തോന്നുന്നേ. ഇതെന്താ? ആന പോയല്ലോ. നിങ്ങൾ ഇതിനെ എവിടെ നിൽക്കുന്നേ? എന്താ ഉത്സവത്തിന് പോകുന്ന ആന എന്ത് ചെയ്യാൻ അവിടെ പോയി? എന്താ നോക്കുന്നേ? ഞങ്ങൾ കൊമ്പനെ വരട്ടാൻ വന്നാണെന്നാണ് ഓർത്തേ?
2 ദിവസം വെറുതെ വന്നതാ. മരുമോ നിന്നെ ആദ്യമായിട്ട് കാണുമ്പോ നീ വെള്ളത്തിൽ വീണപ്പോ രക്ഷപ്പെടുത്താൻ ചാടിയതെല്ലാം ശരി തന്നെയാ. എങ്കിൽ നിന്റെ മനസ്സിൽ അവന്റെ ഒരു അംശം പോലും ഇല്ലെന്നറിയാം. മോളെ, എന്നു മുതൽ അവൻ നിന്നെ കാണാൻ തുടങ്ങിയോ അന്നു മുതൽ അവൻ ഊണുമില്ല ഉറക്കവുമില്ലാതെ നാളുകൾ എണ്ണി കഴിയുകയായിരുന്നു. നീ എവിടെയാണെങ്കിലും നീ പോലും അറിയാതെ അവൻ ഒരു കൊച്ചു കുട്ടിയെ പോലെ എല്ലാം ഉപേക്ഷിച്ച് നിന്റെ അടുത്ത് വന്ന് കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചത് ശരിയാ. ഇഷ്ടമില്ലാന്ന് നീ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിലുണ്ടല്ലോ, ഈ നാട് വിട്ട് അപ്പോഴേ ഞങ്ങൾ പോയേനെ. അവൻ ഈ അമ്മാവനോട് പറഞ്ഞതാ, അമ്മാവ ഈ നാട് വിട്ട് നമുക്ക് പോകാമെന്ന്. ഞാനപ്പ പറഞ്ഞു, എടാ നിന്നെ തീർച്ചയായിട്ടും ആ പെണ്ണിന് ഇഷ്ടമായിരിക്കും, നമ്മൾ ഇവിടുന്ന് പോയി ആ പെണ്ണ് വിഷമിക്കുന്നു പറഞ്ഞതാ. ഞാൻ നിർബന്ധിച്ച് നിർത്തി ഞാൻ. എങ്കിൽ ഇത്ര വേഗം ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇപ്പൊ എന്റെ മരുമോൻ പറഞ്ഞത് ഈ നാടിനെ നമ്മൾ ചതിക്കായിരുന്ന അമ്മാവ. ഇനി ഞാൻ ഈ നാടിന് ജീവൻ കൊടുക്കുമെന്ന് പറഞ്ഞു പോയിരിക്കുക മോളെ. അങ്ങനെ ചെയ്യുന്നൊരു കുലദ്രോഹി ഈ കുലത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല. കൊടുങ്കാറ്റിൽ ഈംഡൻ കപ്പല് തന്നെ തകർന്ന് തരിപ്പണമായി. അന്ന് ഈ മരം ഒന്ന് അനങ്ങിയിട്ട് പോലുമില്ല. ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരു മരം ആ കൊമ്പൻ പിഴുതെറിഞ്ഞിരിക്കുന്ന കണ്ടില്ലേ? അടിവാരത്തിൽ തന്നെ ഉണ്ടെന്നെല്ലാരും അറിയിച്ചിരിക്കുക കൊമ്പൻ. അതാണ് ആ കൊമ്പന്റെ ഒരു സ്റ്റൈല്. മാത്തപ്പ, അടിവാരത്തിൽ ആ കൊമ്പൻ കറങ്ങി നടപ്പുണ്ടെന്ന് ഉറപ്പാ. ഇറങ്ങി വന്നാലെന്താ, കമ്പും വെട്ടുരുവയൊക്കെ ഇവരുടെ ഇല്ലേ, ഓടിച്ചോളും. മോനെ വാ പോകാം. അല്ലേ, ഈ കൊയ്ത്തുത്സവം കഴിഞ്ഞിട്ട് നിന്റെ അച്ഛനോട് നമ്മുടെ കല്യാണക്കാരൻ ഞാൻ പറയാൻ പോവാ. വേണ്ട പൊമ്മ, അത് വലിയ പ്രശ്നമോ? അതുകൊണ്ട് എത്ര നാളിങ്ങനെ ഭയന്ന് ജീവിക്കാനാ? എന്തായാലും ഒരു ദിവസം പറയേണ്ടി വരും. എന്താ അത് വിറകല്ലേ? കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കേ. നീ പൊടി. എന്താടി തുണിക്കാത്ത പേരക്ക കൈ എടുക്കടോ. ഇവിടെ പുതിയ ആളാ? ഇവിടെ ലൈൻമാനെ വന്ന ഒരാള് ഞങ്ങളുടെ നാട്ടിലെ ഒരു പെണ്ണോട് സുഖമാണോന്ന് ചോദിച്ചു. അത് നാട്ടുകാരെല്ലാം അറിഞ്ഞു. പിന്നീട് അയാള് കാണാതെ പോയി. ഇപ്പോഴും അയാളെ തേടുന്നുണ്ട് എല്ലാരും. കാണാതെ പോണോന്നുണ്ടോ? എന്താ അല്ലേ, നല്ല സുഖത്തിലാ അല്ലേ? ആ സുഖായിട്ടിരി സുഖായിട്ടിരി. ലൈൻമാൻ കാണാതെ പോയെന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു താപ്പാനെയും കാണാതെ പോകുന്ന ലക്ഷണ. ഇവിടെ അച്ഛനാണെങ്കിലോ മൂപ്പനാരും. അതിനെന്താ, മാറിക്കോളും. മെരിക്കാൻ വന്ന് ഇപ്പൊ മൂപ്പന്റെ മോളെയും മെരിക്ക് തുടങ്ങി. മെരിക്കാൻ പറ്റിയ പ്രായമാണല്ലോ. അല്ലേ, സൂക്ഷിച്ച്. ആ പതുക്കെ വാ. അങ്ങനെ ബൊമ്മ,
രാവിലെ മുതൽ മതം പൊട്ടി ഒഴുകുക മാണിക്യത്തിന്. ഇനി ആരെന്ത് പറഞ്ഞാലും കേക്കില്ല മരുമോനെ. ചേട്ടാ രാവിലെ പനമ്പട്ട കൊടുക്കുമ്പോൾ എന്നെ തള്ളിയിട്ട് ചേട്ടാ. മതം പൊട്ടിയിരിക്കുക ബൊമ്മ. നെല്ലെല്ലാം വിളഞ്ഞിരിക്കുക. കൊയ്ത്തിന് ഗ്രാമത്തിലുള്ളവരെല്ലാം വരും മോനെ. നമുക്ക് ഉടനെ തന്നെ ആനയും കൊണ്ട് ഇവിടുന്ന് പോയേക്കാം മോനെ. ഇല്ല മാവാ, ഈ സമയത്ത് മാണിക്യത്തെ കൊണ്ടുപോകുന്നതും പ്രശ്നം തന്നെയാ. ഒരു കാര്യം ചെയ്യാം, നാളെ കൊയ്ത്തുത്സവം ആരംഭിക്കല്ലേ, അത് കഴിയുന്നവരാരും മാണിക്യത്തിന്റെ അടുത്ത് പോകണ്ട. വേറെ ആരെയും അടുത്തേക്ക് വിടരുത്. ഡൗണി എന്തോ ആ ചങ്ങലയും എടുത്തടാ, എന്നിട്ട് കുറുകി എറിഞ്ഞിട്. കുറുകി എറിഞ്ഞാലും അത് നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ മോനെ? പറയുന്നത് കേട്ടാ മതി. മാണിക്യം അടങ്ങി നിക്കടാ, ഇരിക്കടാ. ചുമ്മാ ഇരിക്കടാ. ഡാ വർണ്ണ ലോകനാഥ നമസ്കാരം. രാവിലെ 8 മണിക്കാണ് പൂജ. ശരി. കേട്ടല്ലോ. ഇങ്ങതാ മേളക്കാരോട് രാവിലെ വരാൻ പറയണം. ആ വരും വരും, ഞാനങ്ങോട്ട്. എന്നാ ആയിക്കോട്ടെ. ശരി, പോയിട്ട് വാ. എടാ ആനപ്പാപ്പന്മാരെ വിളിക്കണ്ടേ? അയ്യോ അത് മറന്നുപോയല്ലോ. സുബ്രഹ്മണ്യ ചേട്ടാ. കളവെല്ലാം ശരിയാക്കിട്ടെ. ശരി ചേട്ടാ. പൂജയ്ക്ക് വേണ്ട ഏർപ്പാട് ചെയ്യാൻ മറക്കണ്ട. എല്ലാം നോക്കിക്കോ. എന്നോട് പറഞ്ഞ അരി സാധനങ്ങളൊക്കെ എവിടെ വെക്കണ്ടേ? പത്തായത്തിന്റെ അടുത്തോട്ട് കൊണ്ട വെച്ചാൽ ശരി, അങ്ങനെ ചെയ്യാം. ശരി. മാരി, നീ ചെല്ലനെ കൂട്ടിക്കൊണ്ട് കളത്തിലേക്ക് പോ. ശരി ശരി. കളമൊന്നും വെടുപ്പാക്കി ചാണകം കൊണ്ടൊന്ന് മെഴുകണം. മാലയെല്ലാം വേഗം കെട്ടിയെടുക്കണം. ഒരു കാര്യം ചെയ്യും, നീ ഇവന്റെ കൂടെ പോകണം കേട്ടോ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിന്നെ ശരിയാക്കും. നീ എന്താണ് പറഞ്ഞേ? എന്റെ പെണ്ണിനെ പറ്റി ദൈവം വന്ന് പറഞ്ഞ പോലെ ഞാൻ വിശ്വസിക്കുന്നതാ. സർക്കാരിന്റെ ചിഹ്നം നിന്റെ ഉടുപ്പുള്ള കാരണം വെറുതെ വിടുക. തോന്നിവാസം പറഞ്ഞു അല്ലടാ. ആരെ പറ്റിയാ നീ പറഞ്ഞത് നിനക്കറിയാവോ? ഇവരെ കൂട്ടിക്കൊണ്ട് പോ. എന്നടാ നോക്കുന്നേ, കത്തിച്ചു കളയും. ഓടാ ഇവിടുന്ന് പോകാൻ. ഇവനോടെ തിരിച്ചു പോയില്ല, നീ പറഞ്ഞ മനസ്സിലായോ? ഓടാ ഇവിടുന്ന്. എന്താ സാറേ ഇത്? ഒന്ന് കണ്ണു തെറ്റിട്ട് കൊന്നു കളയുന്നവന്മാര്. വേണ്ട മോനെ, അതിന് മതം പൊട്ടി നിൽക്കുക. ഈ സമയം അടുത്തേക്ക് പോകണ്ട മോനെ. നാളെയാ നമ്മുടെ വിശേഷം. ആദ്യമായി കൊയ്തെടുത്ത അരപ്പടി പുതുനെല്ല് ഞങ്ങൾ സ്വാമിക്ക് നൽകുക. ഇപ്പൊ നീയാണ് ഞങ്ങളുടെ സ്വാമി. എന്താ ബൊമ്മ നോക്കുന്നേ? ഈ നാട് നിന്നെ അങ്ങനെയല്ലേ കാണുന്നേ? നാളെ രാവിലെ പൂജയ്ക്ക് വരണം. ആദ്യത്തെ പടുക്ക നിങ്ങൾക്ക് വെച്ചിട്ട് അതിനുശേഷം കൊയ്ത്ത് തുടങ്ങിക്കോളാം. പിന്നെ ഉത്സവം കഴിഞ്ഞ് നിങ്ങളെല്ലാം ഇവിടുന്ന് പോകുമ്പോ മനസ്സിനൊരു വിഷമം ഉണ്ടാവും. ആ സാരമില്ല, എല്ലാരും വന്നേക്ക്. ഒന്ന് മറക്കണ്ട. നിക്കണേ. നിങ്ങളുടെ മോൾ അല്ലിയും എന്റെ മരുമകനും അവളെ പറ്റി പറഞ്ഞത് നിങ്ങളുടെ ചെവിയിൽ എത്തിയല്ലേ? അതെല്ലാം വിട്ടേക്കുന്നേ. ആ ഫോറസ്റ്റുകാരൻ കൊമ്പൻ ഈ നാട് നശിപ്പിക്കുമെന്നാ വിചാരിച്ച്. അത് നടന്നില്ല. ഇപ്പൊ ഒരു ആഘോഷം നടക്കാൻ പോവാണല്ലോ. അസൂയ. അവന്മാര് നമ്മളെ കുറിച്ച് എന്ത് വേണേലും പറഞ്ഞോട്ടെ, അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. അതെ, ഇവനെ പറ്റി അയാൾ മോശം പറഞ്ഞതിന് ഞാൻ മാപ്പ് ചോദിക്കുക. രാവിലെ തന്നെ അങ്ങോട്ട് വന്നേക്കണം കേട്ടോ. ആ കേട്ടല്ലോ. ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് ഇരുന്ന് മൂങ്ങുന്നത് കണ്ടില്ലേ അവള്? ജോലിയൊന്നുമില്ല, വായിട്ട് അലച്ചോണ്ടിരിക്കുന്ന കണ്ടില്ല. എന്താ രണ്ടും കൂടെ? എന്ത് കണ്ടോന്ന്? അന്ന് ഞാൻ പറഞ്ഞ പോലെ സംഭവിച്ചില്ലേ? നാട്ടുകാർ നമ്മുടെ മോളെ കുറിച്ച് പറയുന്നത് ആർക്കാ നാണക്കേട്? ചോദിക്കാൻ പാടില്ലേ? നമ്മുടെ പെണ്ണിനെ നമുക്കറിയില്ലേ? അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് മാന അഭിമാനമാണ് വലുതെന്നും പറഞ്ഞാണ് നിന്റെ അപ്പനൊക്കെ നിന്നെ വളർത്തിയത്. അത് മറക്കല്ല്. ഇപ്പൊ എല്ലാം അവസാനിപ്പിച്ച് വന്ന് നിൽക്കല്ലേ? അധികം നീ വായിട്ട് അലക്കല്ലേ? എടി ഈ തളേനെ പിടിച്ചോണ്ട് പോകുന്നുണ്ടോ? ഓ അതിരിക്കട്ടെ, ഞങ്ങൾ പൊക്കോളാം. ആദ്യം അവക്ക് എന്ത് സംഭവിച്ചത് പോയി ചോദിക്കടാ. അമ്മ ഇങ്ങോട്ട് വാ. എന്തിനാ പെണ്ണ നീ കരയുന്നേ? നല്ലത് ഒരു പ്രയോജനമില്ല. വാ. അവന്മാരില്ലാവചനം പറഞ്ഞുകൊണ്ടാണോ? മനുഷ്യത്വം ഇല്ലാത്തവന്മാരാ, അങ്ങനെയേ പറയൂ. ഞാൻ തല നിവർത്തി നടക്കണമെന്നല്ലേ നിന്റെ മനസ്സിലുള്ളത്? നീ എന്റെ രക്തവാ. അമ്മ മാറ്, ഞാൻ ചെയ്തോളാം. വിട്ടേക്ക്. വേണ്ട മോനെ. മാണിക്യം കുടിക്ക്.
അകത്തേക്ക് പോകണ്ട. മാണിക്യത്തിന് ഇപ്പൊ എങ്ങനെയുണ്ട്? ആ, കുഴപ്പമൊന്നുമില്ല. നാളെ കൊയ്ത്തുത്സവം കഴിയുമ്പോൾ ഞങ്ങളെല്ലാം തിരിച്ചു പോകും. എന്താ മാവ, എന്താ പറഞ്ഞത് ശരിയല്ലേ? സത്യമല്ലേ ഞാൻ പറയുന്നേ? നിന്റെ അച്ഛൻ നമ്മുടെ കാര്യം അറിഞ്ഞിട്ട് എന്റെ കഴുത്തിൽ ഒരു കത്തി വെച്ചിരുന്നെങ്കിലും ഒന്നും ഞാൻ നോക്കില്ലായിരുന്നു. ഈ നാട് ഇളക്കി വന്നാൽ തന്നെ ഞാൻ കൊണ്ടുപോകായിരുന്നു. അതിന് പകരം നിന്റെ അച്ഛനോ എന്നെ ദൈവമെന്നും സ്വാമിയെന്നും പറഞ്ഞ് എന്നിൽ വെച്ചിരിക്കുന്ന വിശ്വാസം എന്റെ മുന്നിൽ വന്ന് നിൽക്കുക. അത് കണ്ടില്ല എന്നടിക്കാൻ എനിക്ക് വയ്യ. അത് മറികടക്കാൻ എനിക്കാവില്ല. അല്ലേ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അല്ലേ, എന്നോട് ക്ഷമിക്ക. നീ എന്റെ രക്തവാ, തെറ്റ് ചെയ്യില്ല. നമ്മുടെ കാര്യമല്ല ഞാൻ മറന്നുകൊണ്ടിരിക്കും. ഞാനും മറക്കോ? അത് പറയാൻ വേണ്ടിയാ വന്ന്. മാണിക്യത്തിനെ നന്നായി നോക്കണം. ഞാൻ വരട്ടെ. ഉണ്ണി പോവാണേ. കൊമ്പൻ വന്ന മാവ. ചേട്ടാ, ചേട്ടാ ചേട്ടാ വലിച്ചു കയറ്റ്. ചേട്ടാ ചേട്ടാ വെട്ടുകത്തിയും 10 രൂപ എടുത്തോണ്ട് വേണം.
മാണിക്കോ വേണ്ട 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 മാണിക്കോ 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 അയ്യോ നോക്ക് മാണിക്കോ മാണിക്കോ എടാ എന്ത് പറ്റിയടാ മാണിക്കോ 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 എഴുന്നേക്ക് മാണിക്കോ മാണിക്കോ ഒന്നുമില്ലടാ മാണിക്കോ മാണിക്കോ എഴുന്നേക്കടാ എഴുന്നേക്കടാ മോനെ മാണിക്കോ എടാ മാണിക്കോ എഴുന്നേക്കടാ മാണിക്കോ എഴുന്നേക്കടാ മോനെ എന്ത് പറ്റി എന്ത് പറ്റി അയ്യോ മാണിക്കോ മാണിക്കോ അമ്മാവ മാണിക്കോ അമ്മാവ മാണിക്കിന് എന്ത് പറ്റി അമ്മാവ അമ്മാവ മാണിക്കിന് രക്തം വരുന്നു അമ്മാവ 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 രക്തം വരുന്നു ഇവിടാണ് കുത്തിരിക്കുന്നത് അമ്മാവ 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 എടാ ഉണ്ണി എടാ ഉണ്ണി അമ്മാവ അമ്മാവ അയ്യോ അമ്മാവ അമ്മാവ വേഗം വെള്ളം എടുത്തോണ്ട് പാടാ മരുമോനെ നമ്മൾ ദ്രോഹമാണ് ചെയ്യുന്നത്. നമ്മൾ ചതിക്കവരെ. പെട്ടെന്നെങ്ങാനും കൊമ്പനിറങ്ങിയ തെറ്റല്ലേ നമ്മൾ ചെയ്യുന്നത്. കൊച്ചു കുട്ടികളും കുടുംബം ഒത്തിരി ഉണ്ട് ഇവിടെ. നിങ്ങൾ വലിയേട്ടന് ഫോൺ ചെയ്ത് വേഗം വരാൻ പറ. നമുക്ക് ആനയും കൊണ്ട് ഉടനെ തിരിച്ചു പോകും. അപ്പൊ നീ ആശിച്ചതല്ല. എടാ അപ്പോ നീ ഇങ്ങനൊന്നും കരഞ്ഞിട്ടില്ലല്ലോ അമ്മ. നിന്റെ കണ്ണ് നിറഞ്ഞ ഈ അമ്മാവൻ ഇന്നാടാ കാണുന്നത്. എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഞാൻ എല്ലാരും കൊന്നല്ല. ഉണ്ണി എല്ലാരും എന്നെ വിട്ടിട്ട് പോയടാ. അന്ന് പോവാന്ന് പറഞ്ഞ നീ കേട്ടില്ലേ അമ്മാവ? ഇപ്പൊ നിങ്ങളും പോയി മാണിക്കും പോയി. അയ്യോ എല്ലാരും എന്നെ വിട്ടുപോയി. ഇനി ഞാൻ എവിടെ പോവാ? എനിക്കാരുമില്ല അമ്മാവ. ഞാനും പോവാ അമ്മാവ. ഒന്നും വേണ്ട ഒന്നും വേണ്ട. എന്റെ മാണിക്കും ഒരമ്മയെ പോലെ എന്റെ മുകളിലേറ്റ് ഈ നാട് മുഴുവൻ എന്നെ കൊണ്ട് നടന്നില്ല. എന്തിനാ മാണിക്ക എന്നെ നീ ഇങ്ങനെ സ്നേഹിച്ചത്? ഞങ്ങളുടെ ജീവന് വേണ്ടി നിന്നെ കെട്ടിയിട്ടില്ല. അവസാനം എനിക്ക് വേണ്ടി
നിന്റെ ജീവനും കൂടി കളഞ്ഞില്ലേടാ. ഞാൻ നിന്നോട് ദേഷ്യപ്പെടുമ്പോഴല്ല, ഒരു കുഞ്ഞിനെ പോലെ നീ എന്റെ പുറകെ വരുമായിരുന്നല്ലോ. ഇനി എങ്ങനെയാടാ നീ വരുന്നേ? എന്നോട് ക്ഷമിക്കടാ മാണിക്യം. മതം പിടിച്ചത് നിനക്കല്ലടാ മാണിക്യം, എനിക്കാണ്. ഞാൻ എന്തിനാ അല്ലിയെ കണ്ടത്?